ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്നും നമുക്ക് ഒരുമിച്ച് ദൈവസനിൽ കൂടി വരുവാൻ തക്കണം കർത്താവ് തന്ന നല്ല അവസരത്തെ ഞാൻ നന്ദിയോട് ദൈവസനിൽ ഓർക്കുന്നു. കഴിഞ്ഞ പകൽ നമ്മളായിരുന്നിടങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ പരിപാലിച്ചു. സ്തോത്രം. എനിക്കറിയാം, പകൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പാടുകൂടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസനിൽ ഇരിക്കാം. ഞാൻ കഴിഞ്ഞ രാത്രി സംസാരിച്ച ഭാഗം സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ആദി മുതൽ അനാദിയിലെ നിർണയത്തിന് നിവൃത്തീകരണത്തിനുള്ള പടികളാണ് നമ്മൾ കാണുന്നതെന്നാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദമിന്റെയും ഹവ്വയുടെയും പാപം ദൈവത്തിന് അപ്രതീക്ഷിതമായിരുന്ന ഒരു കാര്യമല്ലായിരുന്നു. നിത്യതയിൽ ദൈവസഭയെ ഒരുക്കുന്നതിനുള്ള ദൈവിക കാര്യപരിപാടിയിലെ സുപ്രധാനമായ ഒരു ചുവടായിരുന്നത്. ആദം ഹവ്വമാർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തോട് സമ്മതിക്കാനോ ഹൃദയം തുറക്കാനോ അവർ കൂട്ടാക്കിയില്ല. അവിടെയാണ് മത്സരത്തിന്റെ ആരംഭം. മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അത് ഉപകരിക്കുകയാണ്. മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ താൻ ആരാണെന്നുള്ളത് ഗ്രഹിക്കണമെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതാണ് നമ്മൾ ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 8. അവിടെ വേറൊരു സാധനം യഹോവ നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളുടെ കൽപ്പിക്കുന്ന സകല പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം നടത്തിയ വിധമൊക്കെയും നീ ഓർക്കുകയും. ഒരു നിമിഷം. നിന്റെ ദൈവമായ യഹോവ നിന്നെ പരീക്ഷിക്കുവാനും നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നീ അനുസരിക്കുമോ ഇല്ലയോ നിന്നെ പരീക്ഷിക്കുവാനും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. അപ്പൊ നമ്മൾ അങ്ങത് വായിച്ചാൽ നമുക്ക് തോന്നും ഈ 40 സംവത്സരം മരുഭൂമിക്ക് നടത്തിയത് ഇവരുടെ ഹൃദയത്തിലിരിക്കുന്ന എന്താണെന്നുള്ള ദൈവത്തിനൊന്ന് അറിയാനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ദൈവം സർവജ്ഞാനി അല്ലെന്ന് വരികയല്ലേ? അങ്ങനെയല്ല. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളത് അവരറിയാൻ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്താണെന്നുള്ളത് അവരറിയണമെങ്കിൽ അവർ ഈ മരുഭൂമിയിലെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. നമുക്കറിയാമല്ലോ, എല്ലാം സ്വൈര്യമായി നന്നായിരിക്കുമ്പോൾ നമ്മൾ വലിയ വീരവാദമൊക്കെ മുഴക്കും. എന്നാൽ ശരിക്കും നമ്മൾ ആരാണ് നമ്മൾ അറിയുന്നത് ഒരു സാഹചര്യം വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞ വ്യക്തമായില്ലേ? ഒരു സാഹചര്യം വരുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്നർ നേച്ചർ എന്താണെന്നുള്ളത് വെളിപ്പെടുകയുള്ളൂ. അത് അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവന്റെ ബലഹീനത അവന് ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ മനുഷ്യന് തന്റെ ബലഹീനത ബോധ്യപ്പെടുവാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഏദനിലെ പാപം ദൈവം അനുവദിച്ചത്. കെമിസ്ട്രിയിൽ ഒരു വാക്കുണ്ടല്ലോ, കാറ്റലിസ്റ്റ് എന്ന് പറയും. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രകൃതം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുവാനുള്ള ഒരു ഏജന്റാണ്. ഇതുപോലെ മനുഷ്യന് തന്റെ ഉള്ളിലുള്ളത് എന്താണ്, തന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനാണ് അത് ദൈവം അനുവദിച്ചത്. നമ്മളത് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ 3 പടികളൊക്കെ നമ്മൾ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ പാപത്തിന്റെ ഫലമായി പെട്ടെന്ന് അവർക്കുണ്ടായ അനുഭവം അവരെ ചുറ്റിയിരുന്ന തേജസ് വിട്ടുപോയി എന്നുള്ളതാണ്. അവര് പെട്ടെന്നുള്ള പ്രശ്നമായി കാണുന്നത് തേജസ് പോയി എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം അവരുടെ ആന്തരികമായി അവർക്കുണ്ടായ അധപ്പതനമാണ്. വേറൊരു വാക്ക് പറയാമല്ലോ നമുക്ക്, ഡീജനറേഷൻ. ദാറ്റ്സ് എ ഗുഡ് വേർഡ്. ദ ഡീജനറേഷൻ ദേ അണ്ടർവെന്റ് ഇൻസൈഡ്. അവരുടെ അകത്തവർ വിധേയപ്പെട്ട ആന്തരികമായ അധപ്പതനം, ഡീജനറേഷൻ, അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. They lost their confidence before God. They lost their relationship with God. They failed to realize God's inordinate love for them.
ദൈവത്തിന്റെ സ്നേഹം അവർ അംഗീകരിക്കാൻ കഴിയാതെ പോയി. ദൈവത്തോടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. And they failed to take God into confidence. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് യഥാർത്ഥമായ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ they would have taken God into confidence and they would have really exposed their real heart. അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തോട് അവർ പറഞ്ഞേനെ. എന്നാൽ ആദവും ഹൗവയും അതിന് കൂട്ടാക്കിയില്ല. സ്തോത്രം. അവര് ലംഘനം ഹൃദയത്തിൽ മറച്ചു വെച്ചു. ആ വാക്യം ഒന്ന് വായിച്ച ചാട്ട. യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 33-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ. നോക്കണേ, ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം എന്റെ മാർവിടത്തിൽ മറച്ചു വെച്ചെങ്കിൽ. ആദാമിന്റെ കുഴപ്പം അതാ, ലംഘനം മൂടി അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കാൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് പാപത്തോടുള്ള മനുഷ്യന്റെ മനോഭാവമാണ്. ഞാൻ വ്യക്തമാക്കാം. പാപത്തെക്കാൾ നമുക്ക് പാപത്തോടുള്ള മനോഭാവമാണ് കൂടുതൽ കുറ്റകരം. എന്നെ പലപ്പോഴും എന്റെ ചെറുപ്പത്തിൽ എന്നെ വളരെ അതിശയിപ്പിച്ചുള്ള ചില പ്രസ്താവനകൾ തിരുവെഴുത്തിലുണ്ട്. ദാവീദിനെ കുറിച്ച് ദൈവം പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ദാവീദ് എന്തൊക്കെയാ കാണിച്ചത്? ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ തന്നെ അവൻ കാണിച്ചത് എന്താ? അവന്റെ ഭാര്യയായ ബത്ശേബയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും നിരപരാധിയായ ആ മനുഷ്യനെ കൊല്ലിക്കുകയും ചെയ്തു. ഗൂഢാലോചന, അവന്റെ കൊലപാതകത്തിനുണ്ട്. അവൻ എന്തോ ചെയ്തു? ഗൂഢാലോചന കഴിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പീനൽ കോഡ് അനുസരിച്ച് ആ ക്രൈം ഒന്ന് അനലൈസ് ചെയ്ത് അതിന്റെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ ഒരു 3-4 വകുപ്പ് പ്രകാരം 2-3 കൊല അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അത്ര ഗുരുതരമായ തെറ്റാ ദാവീദ് ചെയ്തത്. പക്ഷേ ആ ദാവീദിനെ ദൈവം വിളിക്കുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാ. എന്താ എന്റെ കാരണം? ഇത്ര നീചമായ തെറ്റ് ദാവീദ് ചെയ്തെങ്കിലും നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു. നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് ഒരു ഉപമയിലൂടി കാര്യം വിശദീകരിച്ചു കൊടുത്തു. സ്തോത്രം. വളരെ വ്യക്തമായി അവന്റെ കുറ്റം അവനെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ, ഇഷ്ടം പോലെ ആടുപാടുള്ള മനുഷ്യൻ, അവന്റെ അടുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ പാവപ്പെട്ട മനുഷ്യൻ ഒരാട്ടിൻകുട്ടിയുണ്ട്. അത് അവനൊരു മകളെ പോലെയാ. അവന്റെ മടിയിൽ വളർന്നു, അവന്റെ ആഹാരത്തിന്റെ വീതം തിന്ന് അവന്റെ വീട്ടിലെ ഒരു മകളെ പോലെ ആ വീട്ടിൽ കഴിയുക. ഈ ധനാഢ്യനായ മനുഷ്യന് ഇഷ്ടംപോലെ ആടുപാടുകളുണ്ടെങ്കിലും ഒരു നാൾ ഒരു അതിഥി അവന്റെ അടുക്കൽ വന്നപ്പോൾ ഈ ധനാഢ്യനായ മനുഷ്യൻ തന്റെ അധികാരവും തന്റെ ശക്തിയും ഉപയോഗിച്ച് ആ പാവപ്പെട്ടവന്റെ മടിയിൽ വളരുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് കൊന്ന് ഈ അതിഥിക്ക് വേണ്ടി പാചകം ചെയ്തു. നോക്കണേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നിന്റെ വിധി എന്താണ് എന്ന് ദാവീദിനോട് ചോദിക്കുമ്പോൾ ദാവീദ് വളരെ ക്രുദ്ധിച്ച് അവൻ മരിക്കണമെന്ന് പറയുക. അവനെ കൊല്ലണം, ഈ ക്രൂരത ചെയ്തവനെ കൊല്ലണം. അത് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ ഒട്ടും കൂസാതെ, ആ മനുഷ്യൻ നീ തന്നെ. എന്തൊരു പവർഫുള്ളാ! ആ മനുഷ്യൻ നീ തന്നെ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ രാജാവല്ലേ, നാട്ടാർ മുഴുവൻ ഈ തെറ്റ്
ഇപ്പൊ പാട്ടായി കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ? അവന്റെ പോപ്പുലാരിറ്റി കുറയില്ലേ? പിന്നെ നീതിന്യായം നടത്താൻ അവനുള്ള ധാർമ്മിക അവകാശം എന്താണ് എന്നൊക്കെ അവന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ദാവീദ് ഉടനെ നാഥാൻ വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ അവിടെ മുട്ടുകുത്തുക. ദൈവമേ, എന്നോട് ക്ഷമിക്കണം, തെറ്റിപ്പോയി, ഞാൻ തെറ്റിപ്പോയി. പാപത്തോടുള്ള അവന്റെ മനോഭാവം. രാജാവാ, അവൻ ഏകാധിപതി, ആരും ചോദിക്കാനില്ല. നാഥാൻ പ്രവാചകനെ പിടിച്ച് തുറുങ്കിലിട്ടാൽ, വായടക്കിയ ഇനി മിണ്ടിപ്പോയാൽ നിന്റെ തല നിനക്ക് നഷ്ടമാകുമെന്ന് പറയാൻ അധികാരമുള്ളവന്. ന്യായവാദങ്ങളൊക്കെ വേണമെങ്കിൽ ദാവീദിന് നിരത്താം. അതാണ് 51-ാം സങ്കീർത്തനം, അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, സംസാരിച്ചാൽ നീ നീതിമാൻ, വിധിക്കുമ്പോൾ നീ നിർമ്മലൻ. ഈ സന്ദർഭത്തിൽ അവൻ കഴിച്ച പ്രാർത്ഥനയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 51-ാം സങ്കീർത്തനം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. എത്ര ഹൃദയസ്പൃക്കായി. സ്തോത്രം. അതിന്റെ 3-ാം വാക്യം വായിച്ച്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, ഇരിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ. മതി നോക്കണേ. സംസാരിച്ചാൽ നീ നീതിമാൻ. വേണമെങ്കിൽ അവന് ന്യായവാദമൊക്കെ മുഴുക്കാം. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് കണ്ട കൊള്ളാവുന്നൊരു സ്ത്രീ കൊട്ടാരത്തിന് നേരെ ഓപ്പോസിറ്റിൽ പരസ്യമായിട്ടൊക്കെ വന്ന് കുളിക്കുന്നത് അവളുടെ കുറ്റമല്ലേ? ന്യായവാദങ്ങളൊക്കെ മുഴുക്കാം. എന്നല്ല, പ്രജകളെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാ. ന്യായവാദങ്ങളൊക്കെ പറയാൻ ദാവീദിനുണ്ടായിരിക്കാം. അതാ ദാവീദ് പറയുന്നു, സംസാരിച്ചാൽ നീ നീതിമാനാ. നമ്മൾ ഒരിക്കലും തെറ്റിന്റെ മുമ്പാകെ ന്യായവാദവും മുഴുക്കിക്കൊണ്ട് ചെല്ലരുത്. സ്തോത്രം. സംസാരിച്ചാൽ നീ നീതിമാൻ, വിധിച്ചാൽ നീ നിർമ്മലൻ. പാപത്തോടുള്ള മനോഭാവം. ദാവീദ് തന്നെ തന്റെ വിധി അങ്ങ് പറഞ്ഞു. ആ മനുഷ്യൻ മരിക്കണമെന്ന് വിധി പറഞ്ഞാണ് സങ്കീർത്തനം. അദ്ദേഹം പിന്നെ പറയുന്നു, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. സ്തോത്രം. ഞാൻ എന്റെ കാര്യത്തിന് വിധി പറയാൻ ഞാൻ മുതിരുകയില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആദമിന്റെ പാപം ആ പഴം പോയി എന്നുള്ളതൊന്നുമല്ല. ഞാൻ പിന്നെയും അത് വ്യക്തമാക്കുകയാണ്. പാപം ചെയ്തു, അത് കഴിഞ്ഞാലും അവൻ അടുത്ത പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വഴുതുകയാണ്. അകൃത്യം ഹൃദയത്തിൽ മറച്ചു, ദൈവത്തോട് മത്സരിച്ചു. സ്തോത്രം. തെറ്റിനോടുള്ള മനോഭാവമാണ് ദൈവസന്നിധിയിൽ പ്രധാനമെന്ന് ഇന്ന് രാത്രി മറക്കരുത്. സ്തോത്രം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കണം. സ്തോത്രം. കർത്താവ് എല്ലാം അറിയുന്നു. അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാറുണ്ട്, എക്സ്റേ നമ്മളൊരു എക്സ്റേ മെഷീന് മുമ്പിൽ ചെന്ന് നിന്നാൽ അതിൽ നിന്ന് പ്രസരിക്കുന്ന രശ്മികൾ നമ്മുടെ ശരീരത്തെ തുളച്ച ഉള്ളിൽ ചെന്ന് നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ ഒരു പടം പുറത്തു കൊണ്ടുവരുവാനും മാത്രം ശക്തിയുള്ളതാണ്. ആ രശ്മികൾ തുളച്ചു ചെല്ലും. നമ്മൾ ഒരു നൊമ്പരം പോലും വരില്ല, ഒരു തുള്ളി ചോര പോലും കിനിയൂല. നമ്മൾ അറിയാതെ നമ്മുടെ അകത്തോട്ട് തുളച്ചു ചെല്ലാൻ ശേഷിയുള്ള ആ രശ്മിയെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പിൽ നമ്മളുടെ ഹൃദയത്തിലെ ഏതെങ്കിലും ഒരു നിലവ് മറവായിരിക്കുന്നു നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ നമ്മളെപ്പോലെ മഠയന്മാര് വേറെയില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൽ തുറക്കണം. എപ്പോഴും ദൈവത്തോടൊരു തുറന്ന മനസ്സുണ്ടായിരിക്കണം. ദൈവം അതാ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആദം ചെയ്തത് മത്സരമായിരുന്നു. സ്തോത്രം. എന്താ മത്സരം? അതിനൊക്കെ നിർവചനം പറഞ്ഞാൽ എന്താ മത്സരം? രണ്ട് താല്പര്യങ്ങളുടെ ക്ലാഷാണ് മത്സരം.
ദൈവത്തെ കൂടാതെ, ദൈവത്തിൽ നിന്നും മാറി, ഇൻഡിപെൻഡന്റ് ഓഫ് ഗോഡ്, ടേക്കിംഗ് എ സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ഗോഡ്. അതാണ് റെബല്യൻ. സോറി. ദൈവത്തിൽ നിന്നും മാറി, ദൈവത്തെ കൂടാതെ തന്റെ ഒരു ചുവട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തെ കൂടാതെ നമുക്കൊരു നിമിഷം പോലുമില്ല. കർത്താവേ, ഞാൻ നിനക്കുള്ളവനാണെന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാമോ അത്രയും പ്രാവശ്യം പറയണം. കർത്താവേ, ഞാൻ നിനക്കുള്ളവനാ, ഞാൻ നിന്റെ വകയാ, നീ എന്റെ യജമാനനാണ്, നീ എന്റെ ഉടമസ്ഥനാണ്. സ്തോത്രം. നാം ആവർത്തിച്ച ദിവസത്തിൽ പറയുമ്പോൾ സ്തോത്ര, മത്സരഭാവമേ നമ്മളിൽ നിന്ന് മാറുകയാണ്. ദൈവത്തെ കൂടാതെ, ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് തന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ആദം ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ചെറുതിന് പോലും നമ്മൾ മതിയായവരല്ല. വി ആർ നോട്ട് സഫിഷ്യന്റ് ഫോർ ഈവൻ ദ ലീസ്റ്റ് ഓഫ് അഫയേഴ്സ്. കർത്താവ് പറഞ്ഞല്ലോ, വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ ആർക്ക് കഴിയും? ഒരു തലമുടി കറുപ്പിപ്പാനോ ഒരു തലമുടി വെളുപ്പിപ്പാനോ നമ്മളെ കൊണ്ട് കഴിയല. സ്തോത്രം. അത്ര ബലഹീനരായ ജീവികളാ നമ്മളെന്നുള്ളത് ദൈവസന്നിധിയിൽ ഒന്ന് അംഗീകരിക്കണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മത്സരം ഒഴിവാകും. സ്തോത്രം. അങ്ങനെ ആദമും ഹവ്വയും മത്സരിച്ചു. കർത്താവ് തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ടും മത്സരത്തിൽ തുടരുക. ആ മത്സരം മക്കളിലേക്ക് പരക്കുക. കായീനും ഹാബിലും. നമ്മൾ ഇന്നലെ ആ ഭാഗം ചിന്തിച്ചു. യാഗം കഴിക്കാൻ ചെന്നപ്പോൾ, ദൈവത്തിന് ബലി കഴിപ്പിക്കാൻ മീൻസ് നേർച്ചയുമായി വന്നപ്പോൾ, അല്ലെങ്കിൽ കാഴ്ചയുമായി വന്നപ്പോൾ, കായീൻ തന്റെ വഴിക്ക് പോവുക, തന്റെ കൈയുടെ പ്രവൃത്തി, തന്റെ കൃഷിഫലം കൊണ്ടുവന്ന് കൊടുക്കുക. ഹാബേലാകട്ടെ ആട്ടിൻകുട്ടിയുടെ മേധസ്. സ്തോത്രം. ഹാബേലിന്റെ യാഗം രക്തച്ചൊരിച്ചിലോടുകൂടിയതായിരുന്നെന്നുള്ളതിനുള്ള തെളിവ് അവിടെ നമ്മൾ ഇന്നലെ രാത്രി അത് കണ്ടാണ്. സ്തോത്രം. അതിന്റെ മേധസ് അവൻ അർപ്പിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അത് വിശ്വാസത്തിന്റെ ചുവടായിരുന്നു. അതുകൊണ്ടാണ് യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായേനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഇത് രണ്ടും പ്രധാനമാണ്. കായേനിലും പ്രസാദിക്കണം, അവന്റെ വഴിപാടിലും പ്രസാദിക്കണം. വഴിപാടിൽ പ്രസാദിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അവനിൽ പ്രസാദിക്കണം. സ്തോത്രം. ദുരാന്തരത്തോടെ കഴിക്കുന്ന ഒന്നും ദൈവം, കാഴ്ചകളൊന്നും ദൈവത്തിന് പ്രസാദകരമല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് അകം ശരിയായിരുന്നാ മതി എന്നാണ്. വേദോസ്തം അങ്ങനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അകം ശരിയായിരുന്ന പുറം ശരിയാകും. വിശ്വാസത്തിന്റെ ചുവടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ വെക്കുന്ന ചുവട് കൃത്യമായതായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കൈനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. സ്തോത്രം. അതുകൊണ്ട് രണ്ടും ദൈവസന്നിധിയിൽ പ്രധാനമാണ്. കൂടുതൽ പ്രധാനം എന്ന് പറയാമെങ്കിൽ അത് ആന്തരികമാണ്, വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. ഇതാ കർമ്മമാർഗവും വിശ്വാസമാർഗവും. ഇത് രണ്ടു മാർഗവും നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും. വിശ്വാസത്താലാണ് ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചു എന്നുള്ളത് നമുക്ക് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചുവെന്ന് 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചു. കേട്ടോ? വായിച്ചു. സംസാരിച്ചു. മതിയല്ലോ. എത്ര വാക്കുകൾ അവന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. വിശ്വാസത്താൽ
വിശ്വാസത്താൽ, വിശ്വാസത്താൽ. ആ ഒറ്റ വാക്യത്തിൽ തന്നെ എത്ര പ്രാവശ്യം പറയുന്നു, വിശ്വാസത്താൽ, വിശ്വാസത്താൽ നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവവചനത്തെ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. സ്തോത്രം. നമ്മൾ രണ്ട് മാർഗം ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാം. ഇന്ന് ലോകം മുഴുവൻ നമുക്ക് കാണാവുന്നതാണ്. കർമ്മമാർഗം, വിശ്വാസമാർഗം. ഈ രണ്ട് മാർഗവും പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് റോമാലേഖനം 3-ാം 27-ാം വാക്യം അതിനുള്ള ഒന്ന് വായിച്ചാൽ, റോമാലേഖനം 3-ാം 27-ാം വാക്യം വായിച്ചാൽ അവിടെ കാണാവുന്നത് രണ്ട് മാർഗവും സൈഡ് ബൈ സൈഡായിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുക. കർമ്മമാർഗത്താലോ അല്ല. രണ്ട് മാർഗങ്ങൾ. ഒന്ന് കർമ്മമാർഗം, രണ്ട് വിശ്വാസമാർഗം. കർമ്മമാർഗം മത്സരമാണ്, വിശ്വാസമാർഗം സമർപ്പണമാണ്. ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ. സ്തോത്രം. കർമ്മമാർഗവും വിശ്വാസമാർഗവും. ഇന്ന് ലോകത്തുള്ള മതങ്ങളെല്ലാം എടുത്താൽ രണ്ട് ചേരിയാക്കി തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. മതങ്ങളെല്ലാം ക്രിസ്തീയ വിശ്വാസം ഒഴികെ ബാക്കി എല്ലാം കർമ്മമാർഗങ്ങളിലാണ് പോകുന്നത്. നമ്മൾ പഴയ എടുത്താൽ ഈ ജാതീയമായ പല ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ചെറിയ പതിപ്പല്ല ഇതെന്ന് തോന്നിപ്പോകും. ഇന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട രാജാനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അത് പറയുകയുണ്ടായി. ഓർത്ത് നോക്കിക്കേ, പഴയ നിയമത്തിലെ യാഗവും ഉത്സവവും അല്ലേ, രക്തച്ചൊരിച്ചിലും വഴിപാടുകളും അതിന്റെ തന്നെ ഒരു പതിപ്പല്ലേ നമുക്ക്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ഹിന്ദുയിസം. അവിടെയും ബലിയും കർമ്മവും വഴിപാടും നേർച്ചയും ഉത്സവങ്ങളും കൊട്ടും കൊരവയും ഇതൊക്കെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. സ്തോത്രം. എനിക്ക് അതിലേക്ക് മടങ്ങി വരാനുണ്ട്. നോക്കണേ, കർമ്മമാർഗം. മനുഷ്യൻ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോ കേൾക്കണേ, ഞാൻ ചെയ്തോളാമെന്ന ഹുങ്കോടുകൂടെ മനുഷ്യൻ നിൽക്കുക ഏതെനിൽ അല്ലേ. ഞാൻ ചെയ്തോളാമെന്ന മട്ടിൽ ആറുമുഖമായി നിൽക്കുക. കയ്യിൽ വന്നപ്പോ ഞാൻ ചെയ്തോളാമെന്ന മട്ടിൽ നിൽക്കുക. സ്തോത്രം. വിനയപ്പെടാനോ വിശ്വസിക്കാനോ സമർപ്പിക്കാനോ മനസ്സില്ലാതെ നിന്ന മനുഷ്യൻ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നമുക്ക് പിൽക്കാലത്ത് പഴയ നിയമം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്ക് ഇവിടെ പറയാൻ എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ പിന്നെ ആവശ്യമുണ്ട്. സ്തോത്രം. ഒടുവിൽ ദൈവം എന്നാ നീ ചെയ്തോളാൻ പറഞ്ഞു. നീ ചെയ്തോളാമെന്നല്ലേ നീ പറയുന്നേ? നീ ചെയ്തോ. ഇതൊക്കെയാ ചെയ്യേണ്ടത്. ഏതൊക്കെ? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് തലക്കെട്ടിട്ടു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും തലക്കെട്ടിട്ട് 10 കൽപ്പനകളും അതിനോട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും യാഗങ്ങളും വഴിപാടുകളും എല്ലാം നമ്പരിട്ട് എഴുതി മനുഷ്യവർഗത്തിലേക്ക് മിടുമിടുക്കന്മാരെ യഹൂദനെ തെരഞ്ഞെടുത്ത് അവന്റെ കയ്യിലോട്ടും കൊടുത്തു. ചെയ്യാൻ പറഞ്ഞു. കേൾക്കണേ, ചെയ്യ. നീ ചെയ്തോളാമെന്നല്ലേ പറയുന്നത്? ചെയ്തോ. ഇതാ ചെയ്യേണ്ടത്. സ്തോത്രം. കർമ്മമാർഗം മത്സരത്തിൽ തുടർന്നപ്പോൾ ദൈവം അതിനായി ഒരു കാലം, ഒരു യുഗം തന്നെ മനുഷ്യനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടു. യഹൂദൻ പോലും പരാജയപ്പെട്ടപ്പോൾ ആ പരാജയം ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാൻ മുഖാന്തരമായി. സ്തോത്രം. പറഞ്ഞാ മനസ്സിലാകാത്തപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അത് അകത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ചില സാഹചര്യങ്ങളെ കാറ്റലിസ്റ്റായിട്ട്, രാസത്വരകങ്ങളെന്നൊക്കെ അങ്ങനെ തോന്നുന്നു മലയാളം എന്നതുപോലെ, God causes and allows to come about certain situations whereby man sees what is inside himself, his real nature, his rebellious nature.
അതാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് എല്ലാ മതങ്ങളിലും കാണുക. എല്ലാ മതങ്ങളും അവിടെ കൊണ്ടങ്ങ് തീരുക, ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ സ്തോത്രം, ചെയ്യാനൊക്കത്തില്ലെന്നുള്ളത് മനുഷ്യൻ അംഗീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ കർമ്മമാർഗമെല്ലാം വിശ്വാസമാർഗത്തിലേക്ക് മനുഷ്യനെ ഒരുക്കാനുള്ള പടികളാണ്. അതാണ് നമ്മൾ ഗലാത്യ കാണുന്നത്. ഒന്ന് വായിച്ചേ ചേട്ടാ. ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്താൻ ശിശുപാലകനായി ഭവിച്ചു. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഗലാത്യർ. വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. കേട്ടോ, ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സ് ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ട് നടക്കുന്നത് പോലെ. സ്തോത്രം. കർമ്മമാർഗത്തിൽ തളർന്ന് നിരാശനായ മനുഷ്യനെ ഇതാവാ, നിനക്ക് കഴിയുകയില്ല, വരിക എന്ന് പറഞ്ഞ് സ്തോത്രം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുകയാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. രണ്ടു മാർഗം അവിടെയും തുടങ്ങിയതാ. ഖായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും. അപ്പൊ നോക്കണേ, സ്തോത്രം, മത്സരം. അപ്പൊ ഈ രണ്ട് മാർഗങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് ഇച്ചിരി ഒന്ന് വിശദീകരിക്കണം. നിങ്ങൾ എന്റെ കൂടെ വരണേ. വിശ്വാസം എന്നാൽ എന്താണ്? നമ്മൾ പലപ്പോഴും എബ്രായലേഖനം 11-ാം വാക്യത്തെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുക. വിശ്വാസത്തിനൊരു റെഡി ഡെഫിനിഷൻ നമുക്കവിടെ കാണാം. വിശ്വാസം എന്നതോ ആസ്തിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. പലപ്പോഴും നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് അതൊരു വസ്തുതയിലുള്ള മാനസികമായ ഉറപ്പെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ശരിയല്ല. വിശ്വാസം വസ്തുതയിലല്ല, വിശ്വാസം വ്യക്തിയിലാണ്. നമ്മൾ ചില വസ്തുതകളെ അല്ല വിശ്വസിക്കുന്നത്, നമ്മളൊരു വ്യക്തിയെയാ വിശ്വസിക്കുന്നത്. വിശദീകരിക്കാം. വസ്തുതകളെ അല്ല, പിന്നെ വ്യക്തിയെ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെയാ വിശ്വസിക്കേണ്ടത്, ചില കാര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത്. വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. മതി. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കേണ്ടത് വ്യക്തിയെയാ. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 തിമോത്തി 1:12. 2 തിമോത്തി 1:12. മതിയല്ലോ. താങ്ക് യു. 2 തിമോത്തി chapter 1 verse 12 ആണ് നമ്മൾ വായിച്ചത്. 2 തിമോത്തി chapter 1 verse 12. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല, ഞാൻ ഇത് വ്യക്തമാക്കി തരാം. വിശ്വാസം ഒരു വ്യക്തിയിലായിരിക്കണം. ദൈവത്തെ വിശ്വസിക്കണം, വസ്തുതകളല്ല വിശ്വസിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മള് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. മെന്റൽ ഇമേജിങ്, വിഷ്വലൈസിങ്, അതിനെയാണ് പലപ്പോഴും ഇന്ന് വിശ്വാസം എന്ന് കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, PPT, അത് മനുഷ്യനിൽ തന്നെയുള്ള ഒരു ചൈതന്യമാണ്. നോർമൻ വിൻസെന്റ് പേൾ എന്ന് പറയുന്ന ആ എഴുത്തുകാരനാണ് കുറെ അത് ക്രിസ്ത്യൻ തിങ്കിങ്ങിനെ ശരിക്കും ബാധിച്ചു. ഇമേജിങ്, മെന്റൽ ഇമേജിങ്, പോസിറ്റീവ് തിങ്കിങ്, വിഷ്വലൈസ് ആൻഡ് റിയലൈസ്, നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ വളരെ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു. കേൾക്കണേ, അതല്ല, അത് വസ്തുതകളിലാണ് വിശ്വസിക്കുന്നത്, വ്യക്തിയല്ല.
ഒരു കാര്യം ഒരു രീതി നടക്കും എന്നാ വിശ്വസിക്കുന്നത്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചതല്ലത്. അത് കൂടുതൽ മനഃശാസ്ത്രപരമാണ്, ആത്മീയമല്ല. മനുഷ്യനിൽ തന്നെ ഒരു ചൈതന്യമുണ്ട്. വ്യക്തമാക്കി തരാം. ദൈവത്തിന് മഹത്വം. എനിക്കിപ്പോ തലവേദന ഇല്ല, എന്നാൽ ഞാൻ എന്നോട് തന്നെ വിശ്വസ്തനായി ഞാനങ്ങ് പറയുക, എന്നൊരു തലവേദന, ഭയങ്കര മേല, ചെന്നി പൊട്ടി പോകുന്ന, കണ്ണ് തുറക്കമേല. ഞാനിങ്ങനെ എന്നോട് തന്നെ ആത്മാർത്ഥത പാലിച്ച് ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എന്തു പറ്റും? തലവേദന എടുക്കും. മനസ്സിലായില്ലേ? അത് മനുഷ്യന്റെ മനസ്സിൽ നമുക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാവുന്ന ഒന്നാ. ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇമേജിംഗ് എന്നും പ്രൊജക്ഷൻ എന്നും വിഷ്വലൈസിംഗ് എന്നും പോസിറ്റീവ് തിങ്കിങ് എന്നും ഇതൊക്കെ പറയുന്നത്. അത് നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിന് ദൈവത്തെ ഒന്നും അതിനകത്ത് കൂട്ടണമെന്നില്ല. മനുഷ്യനിൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ? അത് വസ്തുതയാണ് വിശ്വസിക്കുന്നത്. വേദോസ്തം പറയുന്നത് വസ്തുതയെ വിശ്വസിക്കാനല്ല, പിന്നെ വ്യക്തിയെ വിശ്വസിക്കണം. സ്തോത്രം. അപ്പൊ ദൈവത്തെ ഞാൻ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കാൻ ദൈവത്തിന് എന്താ യോഗ്യത? ഞാൻ മനസ്സിലാക്കി തരാം. 1, അവൻ സർവജ്ഞാനിയാണ്. 2, അവൻ സർവവ്യാപിയാണ്. 3, അവൻ സർവശക്തനാണ്. സ്തോത്രം. ദൈവത്തിന് യോഗ്യതകൾ കണ്ടേ. മാത്രമല്ല അവൻ ജീവൻ തന്നെ സ്നേഹിച്ചവനാണ്. അവൻ ഒരിക്കലും ഒരു തെറ്റ് പറ്റുകയല്ല. അവൻ എന്നെ തന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത്രയൊക്കെ യോഗ്യത പോരെ? സർവജ്ഞാനിയാണ്. അവൻ അറിയാത്തതൊന്നുമില്ല. നിങ്ങൾ സങ്കല്പിച്ച് ഞാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലാണെന്ന്. വെറും സങ്കല്പം. ഞാനൊരു പ്രതിസന്ധിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പം രാജാൻ പറയും, എന്റെ ബ്രദറെ ഞാൻ അറിഞ്ഞില്ലല്ലോ, അല്ലെ നിങ്ങളെ സഹായിച്ചേനെ. രണ്ടാമതൊരാൾ പറയും, ബാക്കുട്ടി ബ്രദർ പറയും, ഞാൻ അറിഞ്ഞതായിരുന്നു, പക്ഷെ ഞാനിങ്ങ് അബുദാബിയിലും ബ്രദർ അങ്ങ് കോട്ടയത്തുമായിരുന്നു. മൂന്നാമതൊരാൾ പറയും, ഞാൻ അറിഞ്ഞതായിരുന്നു, ഞാനന്ന് കോട്ടയത്തും ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വേണമായിരുന്നു, അതെന്റെ കയ്യിൽ അന്നേരം എടുക്കാൻ എനിക്ക് കഴിവില്ലായിരുന്നു. ഒന്നാമത്തെ ആൾ പറഞ്ഞു അറിഞ്ഞില്ല, രണ്ടാമത്തെ ആൾ പറഞ്ഞു അടുത്ത ഇല്ല, മൂന്നാമത്തെ ആൾ പറഞ്ഞു കഴിവ് ഇല്ല. ഇവരെ ആരെങ്കിലും 100% ആശ്രയിക്കാൻ കൊള്ളാമോ? ഈ തമിഴന്മാര് പറയും നമ്പുക എന്ന് പറയും. ഇവരെ നമ്പ മുടിയുമാ? മുടിയില്ല. എന്നാ ദൈവത്തെ ഒന്ന് നോക്കിക്കേ, അവനറിയാത്തതൊന്നുമില്ല. സർവജ്ഞാനിയാ. അവൻ അടുത്തില്ലാത്തൊരു സമയമില്ല. അവൻ സർവവ്യാപിയാണ്. അവന് സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല. അവൻ സർവശക്തനാണ്. ഇതൊക്കെയാണേലും എന്നെ സഹായിക്കാൻ മനസ്സ് വേണ്ടേ അവന്? അതെ, അവന് മനസ്സുള്ളവനാണ്. ജീവൻ തന്ന് എന്നെ സ്നേഹിച്ചവനാണ്. എന്റെ കൂടെ ഉണ്ടേ എല്ലാരും? എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവനെ എനിക്ക് വിശ്വസിക്കരുതോ? എനിക്ക് വിശ്വസിക്കാം. അവൻ എന്നെ തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുക. സ്തോത്രം. അവന്റെ ഉള്ളം കയ്യിലിരിക്കുമ്പോൾ അവൻ എന്നെ മറക്കൂ. മറ്റൊരു തിരുവെഴുത്ത് പറയുന്ന അവൻ എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കയ്യെ വരച്ചു വെച്ചാ പിന്നെ എങ്ങനെ മറക്കും? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ഒരു ദൈവം, ഈ ദൈവത്തെ 100% ഒന്ന് കണ്ണടച്ചൊന്ന് വിശ്വസിക്കാൻ മേലെ. സ്തോത്രം. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ,
ബ്രദറെ, നിങ്ങൾ പറയുന്ന പോലെ ഞാനങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചേക്കായിരുന്നു. ഇന്ന ഒരു യോഗ്യതയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ചിലപ്പം പറയാറില്ലേ, ആള് കൊള്ളാം, യോഗ്യനായ ജോലിയൊക്കെ ഉണ്ട്, ആള് കൊള്ളാം, ഇന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൊച്ചിനെ കൊടുത്തേക്കായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. എന്നിട്ട് അതുപോലെ ഇന്ന ഒരു യോഗ്യതയൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ 100% എന്നെ അങ്ങ് കൊടുത്തേക്കായിരുന്നു, 100% വിശ്വസിക്കാമായിരുന്നു എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളത് നിർദ്ദേശിക്കുക. നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കാം. അതും എന്റെ കർത്താവിലുണ്ടായിരിക്കും. അതല്ലേ തിരുവെഴുത്ത് പറയുന്നു, അവനിലല്ലോ സകല ദൈവിക സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകല ദൈവിക സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വരിക. വിശ്വാസം വസ്തുതയിലല്ല, വിശ്വാസം ഒരു വ്യക്തിയിലാണ്. ദൈവത്തെ വിശ്വസിക്കണം. ചില കാര്യം അങ്ങനെ ആകുമെന്നല്ല വിശ്വസിക്കേണ്ടത്. സ്തോത്രം. ഞാൻ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി തരാം, കുറച്ച് ഡൗൺ ടു ദ എർത്ത് പ്രാക്ടിക്കലായി. എനിക്കറിയാം ഇവിടെ ശരിക്കും നമ്മുടെ മനസ്സ് തിരുത്തേണ്ട പലതുമുണ്ട്. നിങ്ങൾ നോർത്ത് നോക്കി, നാട്ടിൽ കൺവെൻഷനാ, വെറും സങ്കല്പം. പന്തലിട്ടു, തട്ടുപന്തലിട്ടിരിക്കുക, മഞ്ഞുകൊള്ളായിരിക്കാനായിട്ട് സ്റ്റേജൊക്കെ റെഡിയാക്കി എല്ലാം ഉണ്ട്, മൈതാനത്താ. ഉച്ച കഴിഞ്ഞപ്പോ ആകാശം മൂടിക്കറുത്തു, മഴ പെയ്യൂ എന്നുള്ള മട്ട. പെട്ടെന്ന് പാസ്റ്റർ എല്ലാവരെയും വിളിച്ചു, വരും സഹോദരന്മാരെ പ്രാർത്ഥിക്കാം, എന്റെ കർത്താവേ കരുണ തോന്നണം, നിന്റെ വചനം അറിയിക്കാൻ വഴിയൊരുക്കണം, കർത്താവേ അതിന് തടസ്സമാകരുത്, പ്രകൃതിയെ നിയന്ത്രിക്കണം, മേഘങ്ങളോട് കൽപ്പിക്കണം. തിരുവേനി അങ്ങ് പ്രാർത്ഥന കരഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഏതായാലും ഒന്ന് മഴയൊന്ന് ഒതുങ്ങിയ പോലുണ്ട്. അപ്പം പാസ്റ്ററും ആളുകളും ഈ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പന്തലിനകത്തൂടെ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പം സാറമ്മ ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് കുളിച്ചേച്ചേ വരാ, എല്ലാം റെഡി ആയല്ലോ, കർത്താവ് കാര്യം ചെയ്യും, കർത്താവിന് ഹിതമായി നടക്കട്ടെ എന്ന് വീട്ടിൽ പോയി ഒന്ന് കുളിച്ചേച്ച് വരാമെന്നും പറഞ്ഞ് പോയി. അപ്പൊ ഞാന് വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉടുപ്പൊക്കെ ഇട്ട് ബൈബിളൊക്കെ എടുത്തു വരുമ്പോ ഒരു കോടയും കൂടെ കൊണ്ടുവന്നാൽ, നിങ്ങൾ എന്റെ കൂടെ വരണേ, ഞാനൊരു കോടയും കൂടെ കൊണ്ടുവരുന്നതെങ്കിൽ ആ പാസ്റ്റർ എന്നാ ചെയ്യും? നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ആ പാസ്റ്റെങ്കിൽ വന്ന കോട പിടിച്ചു കുറച്ച് ഓട്ടയേറ് കൊടുക്കും ഇല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അവിശ്വാസി മഴ പെയ്യത്തില്ലെന്നും പ്രാർത്ഥിച്ചേച്ച് പോയേച്ച് ഇപ്പോ കൊടയും കൊണ്ട് വന്നോ? നിങ്ങൾ എന്നെ എന്താ വിളിക്കും? എന്നാ ഞാൻ പറയാ, ഞാനാ വലിയ വിശ്വാസി എന്ന്. ഞാനാ ശരിക്കും വിശ്വാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തോന്നുന്നു? കേക്കണേ, ഞാൻ വിശ്വസിച്ചത് മഴ പെയ്യത്തില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടെ ഞാൻ ദൈവത്തെ വിശ്വസിച്ചത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? അവിടെ വരെ വന്നോ? എന്റെ കൂടെ വ്യക്തമാക്കാം. അന്ന് മഴ പെയ്യുന്നതാണ് നല്ലതെങ്കിൽ, മനസ്സിലായോ? അന്ന് മഴ പെയ്തോട്ടെ. ദേഷ്യമാവും ഇപ്പൊ അല്ലേ? ദേഷ്യമോ ആ കൂടി ഒരു വല്ലായി തോന്നുന്നുണ്ടല്ലേ? അന്ന് മഴ പെയ്യുന്നതാണ് നല്ലതെങ്കിൽ അന്ന് മഴ പെയ്യും. അനുഭവം പറഞ്ഞാൽ, എന്റെ സഹോദരങ്ങളെ, മതില് കെട്ടിയതുപോലെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പന്തലിൽ മാത്രം മഴ പെയ്യാതെ തൊട്ട അരികത്ത് വരെ മാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വെള്ളിക്കമ്പി പോലെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വീഴുന്നത് ശരിക്കും കണ്ടുകൊണ്ട് അകത്തിരിക്കുന്ന ജനമെല്ലാം പേടിച്ച്, ദൈവമേ ഇതെന്താണ് എന്നുള്ള നിലയിൽ അങ്ങനെ ഞാൻ ഒന്നിലധികം പ്രാവശ്യം നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്.
എന്നാൽ ഞാൻ നനഞ്ഞു നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ജനം പോയില്ലേ പിന്നെ എനിക്ക് പനക്കൂ. നനഞ്ഞു നിന്നോണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ തിരുഹിതം അങ്ങനെയായിരുന്നു. ഇനി നനഞ്ഞു നിന്ന് പ്രസംഗിച്ചു ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. നനഞ്ഞു നിന്ന് പ്രസംഗിച്ചു. പ്രസംഗം തീരുന്നതോടുകൂടെ ഏതാണ് മഴയും തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വീട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു റോഡിന് മുകളിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലായിരുന്നു. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വലിയ വീട്ടിലെ ആളുകൾ അതിങ്ങനെ മഴ, മൈക്കിന് ശബ്ദമൊക്കെ കൊണ്ടിരുന്നു. എടാ മഴ പെയ്തിട്ടും അവർ നിർത്തിയില്ലെന്നും പറഞ്ഞ് അവർ വന്ന് ബാൽക്കണി വന്ന് നിന്ന് നോക്കി നിന്നു. ഞങ്ങൾ മഴയത്ത് പ്രസംഗിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാള് വിട്ടു, വിദേശിമാര് വീട്ടിൽ വരെ ഒന്ന് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു പോണമെന്ന്. കേക്കണേ, അവിടെ ഒരു കാരണവശാലും ആ വീട്ടിലോട്ട് കയറാനോ പ്രാർത്ഥിക്കാനോ ഒക്കാത്ത ഒരു സാഹചര്യമുള്ള അതുപോലുള്ള ഒരു വീടാണ്. കോട്ടയത്ത് പാസ്റ്റർ ടി പി ഒറീസിന്റെ മോൻ സാം പീറ്റർ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെന്നു. മേത്തൂടെ ഇങ്ങനെ വെള്ളം, വി വർ ഡ്രിപ്പിങ്, ഉടുപ്പേന്നൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ അറ്റം പിടിച്ച് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരിച്ച് ആ വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊന്ന് വിട്ട്. എന്നാലും ഞങ്ങൾ മുഴുവൻ നനഞ്ഞേക്കാം. സോറി, ഞങ്ങൾ അകത്തോട്ട് കയറാൻ ഞങ്ങളെ കൊള്ളുകയില്ല. അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് അകത്ത് കയറ്റി. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു പോന്നു. അത് ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി. ആ മഴ പെയ്തത് കൊണ്ട് അവരവിടെ ബാൽക്കണിയെ വന്നു നിന്ന് ദൈവവചനം കേട്ടു. ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അത് അവരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി. കേൾക്കണേ, മറ്റൊരിക്കൽ ലോകത്തിന് കല്ലെറിയാൻ അടുത്ത വീട്ടിലെല്ലാവരും കൂടി ആസിഡ് ബൾബും കല്ലും കൊഴിയും എല്ലാമായി അടുത്ത വീട്ടിൽ ആള് കൂടിയിരിക്കുകയാണ്. അവിടെ മദ്യപിച്ച് എല്ലാം റെഡിയാക്കിയിരിക്കുക. അവരെല്ലാം തയ്യാറായിരിക്കുക. അതിൽ ഒരുത്തം വേടാ യോഗം മൂക്കട്ടടാ എന്ന് പറഞ്ഞു. യോഗം മൂക്കട്ട. അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ നോക്കും, ഞങ്ങൾ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കുകയാണ്. ഈ സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. പെട്ടെന്നാണ് എവിടുന്ന് വന്നു എന്ന് അറിഞ്ഞുകൂടാ ഒരു കൊടുങ്കാറ്റോട്, കാറ്റും ഒരു മഴയും ഇടിയും. മറക്കാനൊക്കത്തില്ല ആ സമയം. കാരണം ഞാൻ ആ മൈക്കിന്റെ സ്റ്റാൻഡ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഇടി വെട്ടിയത്. എന്നെ അടിമുടി തരിക്കുന്നത് പോലെ ഷോക്കും കിട്ടിയിരിക്കും. ഭയങ്കര മഴ. ഏതായാലും ഞങ്ങള് വീടിനകത്ത് കയറി യോഗം തുടർന്നു. ഒരു 10 മിനിറ്റ് കുറെ പേര് നനയുകയൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ ഇച്ചിരി നനഞ്ഞു. പിറ്റേന്നാണ് അറിഞ്ഞത് അവരന്ന് എല്ലാ സന്നാഹങ്ങളോടും കൂടി ആക്രമിക്കാൻ വന്ന് തയ്യാറായിരിക്കായിരുന്നു. ദൈവം ഞങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ ആ മഴ അയച്ചു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. അനുഭവങ്ങളും സംഭവങ്ങളും പറയാൻ ഒത്തിരി ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല സർവജ്ഞാനിയായ ദൈവം കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ നന്മയാണെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും നിത്യതയുടെ വെളിച്ചത്തിൽ നമുക്ക് നന്മ ആയിരിക്കണമെന്നില്ല. സ്തോത്രം. I dare not choose for myself. കർത്താവേ, ഞാൻ ആ തൃക്കൈകളിൽ ഞാൻ എന്നെ തരുന്നു. കേൾക്കണേ, ഞാൻ വസ്തുതയെ അല്ല വിശ്വസിക്കുന്നത്, ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കൊടയും കൊണ്ടുവന്ന ഞാനാണ് കൂടുതൽ വലിയ വിശ്വാസി എന്ന്. എന്നാലും ബുദ്ധിമുട്ടുണ്ട് അംഗീകരിക്കാനില്ലേ? വ്യക്തമാക്കി തരാം. എന്തുകൊണ്ടാ? നമ്മളൊരു വസ്തുതയാ വിശ്വസിക്കുന്നു, വ്യക്തിയല്ല വിശ്വസിക്കുന്നത്.
എനിക്കറിയാം ഇച്ചിരി എക്സ്ട്രീം എക്സാമ്പിൾ ഒക്കെ ആയിപ്പോയി, കുഴപ്പമില്ല, മനസ്സിലാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുന്നോ ഏതാ നല്ലതെന്ന്? നമ്മൾ അറിയുന്നില്ല. ദൈവമേ അറിയുന്നുള്ളൂ ഏറ്റവും നല്ലത് ഏതാണ്. അതാണ് റോമർ 8:28 നമ്മളെ ഓർപ്പിക്കുന്നത്. ഒന്ന് വായിച്ചേരെ, റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സ്തോത്രം. അപ്രതീക്ഷിതമായ ദുഃഖത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷാ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. നിരാശ തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, ഇവരുടെ എല്ലാം മുമ്പിൽ ഞങ്ങൾ ലജ്ജിക്കുന്നല്ലോ എന്ന് ദൈവസന്നിധിയിൽ ഞരങ്ങിയ സന്ദർഭങ്ങൾ ഓർമ്മയുണ്ട്. ജീവന് വേണ്ടി ഓടിപ്പോയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പിന്നെ മനസ്സിലായി അതിന്റെ പിന്നിലെ നന്മ എന്താണെന്ന്. കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇനിയും മനസ്സിലാകാത്തത് ഇനിയും ഉണ്ട്. അതിലെ നന്മ എന്തായിരുന്നെന്ന് ഇനിയും മനസ്സിലാകാത്തത് ശേഷിക്കുന്നുണ്ട്. അതിലെ നന്മയും ഞാൻ നിത്യം ചെല്ലുമ്പോൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എബ്രായർ 11:1 വന്നുകൊണ്ടിരിക്കുക. മനസ്സിലാക്കി തരാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ ഇല്ലാത്ത കാര്യമുണ്ടെന്ന് സങ്കല്പിക്കുന്നതല്ലയോ വിശ്വാസം. ഞാൻ പറഞ്ഞു, അത് പോസിറ്റീവ് തിങ്കിങ് ആണ്. അത് നിങ്ങൾക്ക് പൊതുലോകത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്രിയാത്മകമായ ചിന്ത കൊണ്ട് മനഃശാസ്ത്രപരമായ ധൈര്യമുണ്ടാകുകയും കാര്യങ്ങൾ വിജയമുണ്ടാകുകയും ഇതൊക്കെ ചെയ്യാം. നമുക്ക് വിഷ്വലൈസിങ് യു ക്യാൻ ഡു ഇൻ ദ സെക്കുലർ വേൾഡ്. നമുക്ക് അറിയാമല്ലോ, പേർട്ട് മാനേജ്മെന്റ് ഒക്കെ ചെയ്യാം. ഇവിടെ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പേർട്ട് ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് ചാർട്ടുകളും ഒക്കെ ഉണ്ടാക്കി യു ക്യാൻ പ്രൊജക്ട് തിങ്സ്. അറിയാമല്ലോ, വേദപുസ്തകത്തിലെ അധ്യായങ്ങളെല്ലാം പിൽക്കാലത്താ തിരിച്ചതെന്ന്. അതുകൊണ്ട് 10-ാം അധ്യായം 11-ാം അധ്യായം ചേർത്താ എഴുതിപ്പോയത്. നമ്മൾ ഒരിക്കലും ഒരു വാക്യത്തെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറിക്കാൻ പാടില്ല. 10-ാം അധ്യായത്തിൽ ഒടുവ് മുതൽ ചേർത്ത് നമ്മളൊന്ന് വായിക്കണം. 10-ാം അധ്യായം അതിന്റെ 22 മുതൽ വായിക്കണം. സോറി ഞാൻ പറഞ്ഞു തെറ്റി, 32 മുതൽ. കണ്ണ് കാണാൻ മേലാതെ പോയതാ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും വായിച്ചോളൂ. കടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിക്കുമല്ലോ. വായിച്ചാട്ടെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളതിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ വായിച്ചോ. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു. അതിനാലല്ലോ മതി. ഇപ്പം ആ സന്ദർഭം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ വായിച്ചു വന്നത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടുമേലും പറഞ്ഞു, ചാപ്റ്റർ 10 വേഴ്സസ് 32 ഓൺവേർഡ്സ് നമ്മൾ വായിച്ചു വരുന്നത്. നിങ്ങളുടെ പൂർവ്വകാലം ഏതാ? പൂർവ്വകാലം പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി ഇങ്ങനെ വലിയ പോരാട്ടം കഴിച്ച ആ അനുഭവം നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ കഷ്ടങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോഴും മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. പിന്നെ നാശത്തിലേക്ക് നിങ്ങൾ അങ്ങനെ ധൈര്യം കെട്ട് പിന്മാറരുത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അപ്പൊ ആശിക്കുന്ന എന്താണ്? ജീവരക്ഷ. കേൾക്കുന്നുണ്ടോ?
കാണാത്ത കാര്യങ്ങൾ വിഷയം വരുവാനുള്ളത്. താഴോട്ട് വായിക്കുമ്പോൾ 11-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ വിശദീകരണമാണ് നമുക്ക് കാണുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഇല്ലാത്ത ഒരു കാര്യത്തെ ഭാവനയിൽ സ്വപ്നം കണ്ട് അത് നേടുന്നതാണോ നമ്മൾ താഴോട്ട് കാണുന്നത്? അല്ല. കഷ്ടതയുടെ നടുവിൽ ധൈര്യമായി നിത്യജീവനെ കണ്ടുകൊണ്ട് അവർ ദൈവത്തിന് ആശ്രയബോധത്തോടുകൂടി മുമ്പോട്ട് ജീവിച്ച കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ വ്യക്തമാക്കി തരാം. താഴോട്ട് വായിക്കുമ്പോൾ വിശ്വസിച്ച ദൈവമക്കൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് കാണുന്നത്. ചില വാക്യങ്ങളോട് വായിച്ചാട്ട് അതിന്റെ അത്രയും വരെ വായിക്കേണ്ട നേരം ഒത്തിരി പോകും. അതിന്റെ 34 മുതൽ വായിച്ചാട്ടെ. വാളിനെ വായ്പ തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണമെന്ന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, വ്യാരുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പുറപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസാൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ശ്രദ്ധിക്കണേ, 3 കൂട്ടരെ അവിടെ കാണാം. ചിലർ, മറ്റു ചിലർ, വേറെ ചിലർ. കണ്ടോ നിങ്ങളത്? ചിലർ, മറ്റു ചിലർ, വേറെ ചിലർ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ച ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയെല്ലാം പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. മലമ്പാറകളിൽ ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇതൊക്കെ നടന്ന കാര്യമാണ്, സഭാചരിത്രത്തിൽ നടന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈർച്ചവാള ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാം. ഈർച്ചവാള ഇറക്കപ്പെട്ടു, സഭാചരിത്രത്തിൽ നടന്നതാ. എന്ന് പറഞ്ഞാൽ പഞ്ഞിയുടെ തടി പോലുള്ള കട്ടി കുറഞ്ഞ തടികളിൽ വിശ്വാസികളെ വരിഞ്ഞു കിട്ടും. തലയിൽ നിന്നൊരു 1 അടി 2 അടി മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിർത്തും. എന്നിട്ടിങ്ങനെ വരിഞ്ഞു കെട്ടും. വരിഞ്ഞു കെട്ടി തട്ടേൽ നിരത്തി ഇങ്ങനെ കടത്തിയിരിക്കുക. ഭീഷണിപ്പെടുത്തി ഈ ഭീകരമായി കൊല്ലുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വാസം തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെട്ടോണം, അതിനുവേണ്ടിയാ ഭീകരമായി കൊല്ലുക. എന്നിട്ട് ഈ തട്ടുകൾ നിരത്തി കടത്തി വെച്ച് ഈ തലയിൽ നിന്ന് 2 അടിയൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ തടിയുടെ ഭാഗം മുതൽ അറുത്തു വരിക. ഇന്നല്ലേ സോമില് കൂടുതൽ തെള്ളുക വലിക്കുക, തെള്ളുക വലിക്കുക, ഇങ്ങനെ അറുത്തു ഈർച്ചവാള കൊണ്ട് അറക്കുക. നിങ്ങൾ ആ രംഗം ഓർത്ത് നോക്കണം. ആ തടി അറുത്തറുത്തിങ്ങോട്ട് വരുമ്പോൾ, തലയിലോട്ട് സ്പർശിക്കുന്ന ആ പോയിന്റ് ഒക്കെ വരുമ്പോൾ അടുത്ത് കിടക്കുന്ന ആളിനോട് ചോദിക്കാം, ബ്രദറെ ദൈവം ഇത് അനുവദിച്ചോ? ദൈവം അനുവദിച്ചു. ദൈവത്തിന് വിടുവിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. പിന്നെന്താ വിടുവിക്കാത്തത്? ഇത് നന്മയായതുകൊണ്ട്. അയ്യോ, ഇതിലെന്താ നന്മ? ഏറെ നല്ല ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അത് വാഗ്ദത്തം ചെയ്തവനെ നമുക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് ആ കാണാത്ത കാര്യത്തെക്കുറിച്ച് നിശ്ചയമുള്ളവരായിരിക്കുക. കഷ്ടതയുടെ നടുവിൽ പീഡനങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ, നീചമായി ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ, സ്തോത്രം, ആ മരണത്തിനപ്പുറത്ത്
നിത്യജീവന്റെ വാഗ്ദത്തം കണ്ട് ആ കാണാത്ത കാര്യത്തെക്കുറിച്ച് നിശ്ചയം പ്രാപിച്ചിരുന്ന ആ ഭക്തന്മാരാണ് നിങ്ങളുടെ വിശ്വാസം തെളിയിച്ചത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, നിത്യതയാ പ്രധാനം. നിത്യതയാ പ്രധാനം. ഞാൻ വിവിധ നിലകളിൽ ഞാൻ ആ ഭാഗം നിങ്ങളെ വ്യക്തമാക്കി തരാം. എന്നിട്ട് നമുക്ക് ന്യായമായി ചോദിക്കാനുള്ളത് ചോദിക്കാം. വിശ്വാസത്തെ വെറും മനഃശാസ്ത്രപരമായ ഒരു ഭാവന കാര്യപരിപാടിയായി നമ്മൾ അധപ്പതിപ്പിക്കരുത്. കേൾക്കണേ, എബ്രായ സാഹിത്യത്തിന് ഒരു പ്രത്യേക അവതരണ രീതിയാണ് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾക്കണേ, സാഹിത്യത്തിൽ ഏറ്റവും ശക്തമായി ഒരാശയം അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് എബ്രായ സാഹിത്യത്തിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സാഹിത്യ കൃതികളിലും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ടത്. ഞങ്ങളത് പഠിപ്പിക്കുമ്പം ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പിന്നെ ഡിനോമെന്റ് എന്നൊക്കെ ചെല്ലു വിളിക്കാറുണ്ട്. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു 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 ഒരു വലിയ മോളിൽ കൊണ്ടില്ലുക, ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവച്ച് പൊത്തോന്നങ്ങിടുക. പൊത്തോന്നങ്ങിട്ടാൽ അത് ശ്രദ്ധിക്കും. പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു ഉദാഹരണം ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സാധനം പറയുന്ന ഉദാഹരണ, മറ്റേതല്ല അവധിയാ, ഈ പ്രാവശ്യം നാട്ടിൽ പോകണില്ലെന്ന് വെച്ചു. ഇപ്പം വീട്ടിൽ തന്നെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിച്ച് ഇങ്ങനെ ഒരു 10 വയസ്സുകാരൻ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, നാട്ടിലാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പട്ടണത്തിലാന്ന് വിചാരിച്ചോളൂ, ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തുറന്നു വിടുന്നില്ല, കളിക്കാൻ പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കൂട്ടുകാരനോട് ദൂരേന്ന് വരുന്നു. അപ്പോഴത്തേനും കാല് പറിച്ച് ചാടാതെ ഹായ്, ഭയങ്കര സന്തോഷമായി. മമ്മി, എന്റെ ഫ്രണ്ട് വരുന്നുണ്ടോ? ഓടിച്ചെന്ന് അവനെ കേട്ട് പിടിച്ച് പിടിച്ചോടിങ്ങോട്ട് പാടാ കൂട്ടെ, വാ 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 വാ, ഇന്ന് നമുക്കുണ്ടല്ലോ എന്റെ പപ്പായുടെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്തോണ്ട് പോയി ഒരു പാക്കറ്റ് കിറ്റ്കാറ്റ് മേടിച്ച്, പിന്നെ ഒരു വലിയ ജയന്റ് ബോട്ടിൽ കൊക്കക്കോളയും മേടിച്ച്, പിന്നെ അങ്ങോട്ട് ചെന്ന് നമുക്ക് ശരിക്കും ഒരു ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോയി ക്രിക്കറ്റ് കളിക്കണം. എന്നിട്ട് ടോം ആൻഡ് ജെറിയുടെ ഏറ്റവും പുതിയൊരു കാർട്ടൂൺ കാസറ്റ് ഉണ്ട്, ഉച്ചകഴിയുമ്പോൾ അതെടുത്തോണ്ട് വരണം. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കണ്ടോണ്ട് ഈ കോളയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് രസിക്കണം. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഓരോ പോയിന്റ് പറയുമ്പോ ആ കൂട്ടുകാരൻ ഹായ് 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 എന്നിങ്ങനെ പറയാം. പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വലിയൊരു പോയിന്റോട് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ പപ്പ ഇവിടെ ഇല്ലല്ലോ. മനസ്സിലായില്ലേ? പപ്പ ഇവിടെ ഇല്ലെന്നുള്ള ആശയം ഇതിനേക്കാൾ പവർഫുൾ ആയിട്ട് പറയാനൊക്കെയില്ല. ലോക സാഹിത്യത്തിൽ ഇതിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് പിയേഴ്സിംഗ് ആയിട്ട് ഇതിൽ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഒരാശയം അവതരിപ്പിക്കാനൊക്കെയില്ല. ബൈബിളിൽ ഇത് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ സാഹിത്യത്തിൽ വളരെ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഞാൻ കാണിച്ചു തരാം. 19-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാമല്ലോ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ഉദാഹരണം എല്ലാവരും ബൈബിളൊന്ന് എടുത്ത് നമുക്കൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം എന്റെ കൈ വിലപ്രസ്തമാക്കുന്നു. പകലിന് വാക്ക് ഒഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ ആടവന്റെ അളവ് പോലും ഭൂതലത്തിന്റെ അടുത്തോളന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെയും സൂര്യൻ കൂടാൻ അവിടെ ചെയ്യുന്നു. മഴവിൽ പുറപ്പെടുന്ന മണവാളത്തിലും വീടിനെ പോലെ കൂടാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ ഏറ്റവും ഉപയോഗം അറിവുവരെ എന്റെ അനുഭവമാകുന്നു. അതിരുഷ്ടമേൽക്കാതെ മറന്നിരിക്കുന്നു. ഒന്നുമില്ല. അവിടം വരെ അടിച്ചു മിന്നി പോവുക. നമ്മുടെ ബൈബിൾ തന്നെ, മലയാളം ബൈബിൾ തന്നെ കണ്ടി നീണ്ട ലൈൻസ് അല്ലേ അവിടെ വരെ, അല്ലേ? അതുവരെ ഒരു വൃത്തമാണ്. ഇടിച്ചു മിന്നി പോവാ.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റിംഗ്, വൃത്തം തന്നെ അങ്ങ് മാറി. അടുത്ത വാക്കെന്താ? യഹോവയുടെ ന്യായപ്രമാണമോ അത് മികവുള്ളത്. അങ്ങനെ അങ്ങുലേറി വരുമ്പോ, അതായത് ദൈവത്തിന്റെ മഹത്വം ഈ സൃഷ്ടിജാലങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം, സൂര്യനെ നോക്കാം. സൂര്യന്റെ ഉഷ്ണവേൽക്കാതെ മറഞ്ഞിരിക്കുന്ന വല്ലതും ഉണ്ടോ? ഇതൊക്കെ ദൈവത്തിന്റെ വല്ലഭത്വത്തെ വെളിപ്പെടുത്തുകയല്ലേ? അതെ 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 അതെ. പക്ഷേ ഈ സൃഷ്ടിജാലങ്ങളിൽ ദൈവത്തിന്റെ വല്ലഭത്വം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തികവുള്ളതല്ല. തികവുള്ളത് കാണുന്നത് ഇങ്ങോട്ട് നോക്കൂ. മനസ്സിലായില്ലേ? യഹോവയുടെ ന്യായപ്രമാണം നോക്ക, ഇതാ തികവുള്ളത്, അത് തികവുള്ളതല്ല. പറഞ്ഞു 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 ഒരു വലിയ ക്ലൈമാക്സ് വരെ അങ്ങോട്ട് കൊണ്ടുവന്നേച്ചു പെട്ടെന്ന് തിരിച്ചു വരിക. മനസ്സിലാവുന്നുണ്ടോ? ദാവീദിന്റെ വീരന്മാരെ പറ്റി പറയുമ്പോൾ, അവനോ ഭയങ്കര വീരനായിരുന്നു. അവനൊരിക്കൽ ഒരു ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു കരടിയെ കൊന്നുകളഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ കോമളാകാരനായ ഒരു മിസ്രൈമ്യൻ അവനെ എതിരിട്ടപ്പോൾ അവന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ പടത്തോടി പോലെ ഒരു വലിയ കുന്തമുണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരിക്കൽ ചെന്നവനെ പിടിച്ച് ആ കുന്തം പിടിച്ച് പറിച്ചവനെ കൊന്നുകളഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ ചെറുപയർ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിൽ ഫെലിസ്ത്യർ കവർച്ചപ്പടയ്ക്ക് വന്നപ്പോൾ ജനമെല്ലാം ഓടിപ്പോയപ്പോൾ അവൻ ഒറ്റയ്ക്ക് വയലിന്റെ നടുവിൽ നിന്ന് കൈവാളോട് പറ്റുന്നത് വരെ ഫെലിസ്ത്യരെ വെട്ടി 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 വലിയൊരു വിജയമുണ്ടായി. അടുത്ത വാചകം കേട്ടോ, പക്ഷേ മറ്റേ മൂവരോളം വരികയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ ഇത്രയൊക്കെ വലിയ 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 വീരസാഹസങ്ങളൊക്കെ ചെയ്തു, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ മറ്റേരുടെ അടുത്തെങ്ങും വരികയില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരു ക്ലൈമാക്സ് കൊണ്ടെന്ന് വെച്ച് പൊത്തോ നിങ്ങിടുക. എബ്രായർ 11 നോക്കിക്ക്. അവിടെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഹാബേൽ തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വരിക. ആകിയാൽ സിംസോൻ, ഗിദ്യോൻ, യിഫ്താഹ്, ബാരാക്ക്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ രാജ്യങ്ങളടക്കി, നീതി നടത്തി, വാണ്ടുവാക്യത്തിന്റെ ബലഹീന വീരന്മാരായി ഇങ്ങനെ വലിയ 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 കാര്യമെല്ലാം ഇവർ ചെയ്തു, വലിയ വലിയ കാര്യമൊക്കെ ചെയ്തു. പക്ഷേ ഇവരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവരാരും ഈ വലിയ കാര്യമൊക്കെ ചെയ്തിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഈ വിശ്വസിച്ചവരല്ല നിങ്ങൾ നോക്കേണ്ടത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ വാക്ക്. 12:2 പറയാൻ പശ്ചാത്തലം ഒരുക്കുകയാണ് 11-ാം അധ്യായം മുഴുവൻ. സ്തോത്രം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? 12:2 പറയാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കാൻ. വിശ്വസിച്ചവരെ അല്ല നോക്കേണ്ടത്, പൂർത്തി പ്രാപിക്കാത്തവരല്ല നോക്കാം. അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. അവരാരും രക്ഷാപൂർത്തി പ്രാപിച്ചവരല്ല, അവരെ നോക്കേണ്ട, പൂർത്തി വരുത്തുന്നവരെ നോക്ക്. വിശ്വസിച്ചവരെയല്ല നോക്കേണ്ടത്, വിശ്വാസത്തിന് നായകനെ നോക്ക്. വിശ്വസിച്ചിട്ടും പൂർത്തി പ്രാപിക്കാത്തവരെ നോക്കാതെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്ക്. അത് പറയാൻ ഇവിടെ പശ്ചാത്തലം ഒരുക്കുകയാണ്. സദൃശവാക്യങ്ങൾ വായിക്കുന്ന പോലെ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ. മനസ്സിലാവുന്നുണ്ടോ? വെള്ളിത്താലം ഒരുക്കുക 11-ാം അധ്യായത്തിൽ. ആ വെള്ളിത്താലത്തിൽ ഒരു പൊന്നാരങ്ങ. 12:2. സ്തോത്രം. വിശ്വാസം എന്ന് പറഞ്ഞാൽ വസ്തുതയിലല്ല, വ്യക്തിയില. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? വേദപുസ്തകം വായിച്ചില്ലെങ്കിലും വിശ്വാസത്തിന് അത്ഭുതരേഖ എന്ന പുസ്തകം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എന്റെ കൂടെ ഇല്ലേ? 4th ഡൈമെൻഷൻ വായിക്കാത്തവരാരിലും ഉണ്ടോ? വായിക്കാത്തവരാരുമില്ല. വായിച്ചിട്ടില്ലേ? രക്ഷപ്പെട്ടു. കേൾക്കണേ, അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നിനക്കൊരു സാധനം വേണോ? അത് വേണം 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 എന്ന് പറഞ്ഞിട്ടാ മതിയോ? Why don't you give the specifications, all the details?
കാറ് വേണം. കാറെന്ന് കാറിക്കൊണ്ട് നടത്താൻ മതി. എന്താ കാറാണെന്ന് പറ, അതിന്റെ നിറം പറ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറ. യു ഗിവ് ഓൾ ദ ഡീറ്റെയിൽസ്, then you visualize it. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അടുത്ത പടി, നിങ്ങൾ അതിനെ ഗർഭം ധരിക്കുക. വായിച്ചില്ലേ? ഗർഭം ധരിക്കുക. നിനക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞിട്ടിരുന്നാ പോരാ, അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പറയണം പോലും. അതും അല്ലെങ്കിൽ, എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നീ അതിന്റെ ഒരു പടം വെട്ടി നിന്റെ മുറിയിൽ ഒട്ടിക്കണം, പുസ്തകത്തിൽ വെക്കണം. എപ്പോഴും ഊണിൽ ഉറക്കത്തിൽ ഏൽക്കാതെ സ്വപ്നം കാണണം. അല്ലെ ഒരു പോർച്ച് പണിയണം. പിന്നെ പോർച്ച് പണിഞ്ഞിട്ട് നീ അവിടെ നിന്നോണ്ട് നിന്റെ വണ്ടി അവിടെ കിടക്കുന്ന ഇങ്ങനെ കാണണം. നീ ആ വണ്ടി ഓടിച്ചു പോകുന്നൊക്കെ ഇങ്ങനെ ഭാവനയെ കാണണം. നീ അങ്ങോട്ട് പോകുമ്പം ആ പോർച്ചിൽ നിന്റെ വണ്ടി കിടപ്പുണ്ട്, നീ മാറിപ്പോണം. അത്ര റിയൽ ആകണം അതങ്ങ്. മനസ്സിലായില്ലേ? അത്ര റിയൽ ആകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. അതിന് ദൈവത്തെ ഒന്നും അതിനകത്ത് കൂട്ടണ്ട. അത് മനുഷ്യന്റെ മനസ്സിൻ്റെതാ. അത് മനസ്സിലായോ? ദൈവം അവരെ കൊണ്ട് ആ വാക്കുകൾ തന്നെ പറയിപ്പിച്ചു, ഗർഭം ധരിക്കുക എന്ന്. മോഹിച്ച് ഗർഭം ധരിക്കുക എന്ന് ദൈവം അവരെ കൊണ്ട് പറയിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ. കേട്ടേ, വാക്യം വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മോഹൻ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മരണത്തെ പേറുന്നു. മതിയല്ലോ. കേട്ടേ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇവര് പറയുന്നു മോഹിച്ച് ഗർഭം ധരിച്ച് കാര്യങ്ങൾ നേടാൻ. ദൈവം അതിനെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഏതിന്റെ പുറകെ പോകും? നിങ്ങൾ എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഇത്ര നാള് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ദേഷ്യം വന്ന് കാണുകയല്ലേ ഇതുവരെയല്ലേ? നിങ്ങൾക്ക് ന്യായമായ വിശദീകരണമൊക്കെ ചോദിക്കാം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നിത്യാത്മാവിനെ ഇട്ട് പന്താടരുത്. Don't risk our eternity. You risk anything else. Risk anything else. Even the very life. Because it is a transitory, temporary one. But eternity is so precious that even by giving one's life over, it is worth gaining. നേടാനും മാത്രം യോഗ്യതയുള്ളതാണ്. എന്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ദൈവം നമ്മളുടെ പിതാവല്ലേ? അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് പറയാം. ഇന്ന തരത്തിലുള്ള ഇന്ന പോലുള്ള ഒരു വണ്ടി എനിക്ക് വേണമെന്ന് ദൈവത്തോട് പറയാം. ഫീൽ ഫ്രീ, ബിക്കോസ് ഹി ഈസ് അവർ ഹെവൻലി ഫാദർ. പറഞ്ഞേച്ച് നമ്മുടെ വിവരങ്ങളെല്ലാം, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞേച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കണം. അപ്പച്ചാ, ഇതെന്റെ ആഗ്രഹമേ ഉള്ളോ അതോ ആവശ്യമാണോ എന്ന് അപ്പച്ചനെ അറിയുള്ളൂ. ഇത് വെറും എന്റെ ആഗ്രഹം മാത്രമാണെങ്കിൽ തിരുമേനിയുടെ തിരുഹിതം എന്തോ അത് നടക്കട്ടെ. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ ദൈവത്തോട് പറയാം. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. കർത്താവ് ഏതൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ നമുക്ക് നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും നമ്മുടെ പിതാവിനോട് പറയുന്ന പോലെ പറയാം. പക്ഷെ ഒടുവിൽ ഒരു വാചകം പറയാൻ മറക്കരുത്. ഏതാ? എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. ഇതാണ് വിശ്വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എല്ലാരും നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? പല ആളുകളും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? They already prepare a project. മനസ്സിൽ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. അത് നമ്മുടെ മനസ്സിൽ ഒരു വിഗ്രഹമാക്കും. വിഗ്രഹമാക്കിച്ച് അത് കിട്ടാൻ വേണ്ടി നമ്മളങ്ങ് മർക്കടമുഷ്ടി കാണിക്കുക. എന്റെ കൂടെ ഉണ്ടായി നിങ്ങള്? അത് വിശ്വസിക്കല്ല, ദൈവത്തെ വിശ്വസിക്കല്ല. അത് നമ്മളെ തന്നെ നമ്മുടെ മനസ്സിലെ ദുർമോഹം വിഗ്രഹമാക്കി
പിടിവാശി കാണിക്കുക. അയ്യോ, ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ചിലപ്പോ നമ്മൾ അങ്ങ് നിർബന്ധം പിടിച്ചാൽ ദൈവം ഇങ്ങ് തരും. കാര്യം നമ്മളത് പുസ്തകത്തിലും കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കള് ഭയങ്കര നിർബന്ധം പിടിച്ചപ്പോ ചിലതൊക്കെ ഞാൻ കൊടുത്തു. സങ്കീർത്തനം ഞാനത് വാക്യം കാണിച്ചു തരാമല്ലോ. 106 സങ്കീർത്തനം 15 വാക്യം ഒന്ന് വായിച്ചേ. Psalm number 106 verse 15. അവർ അപേക്ഷിച്ചത് അവർ കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണൻ ക്ഷേമയിച്ചു. കേട്ടോ, അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. 106 Psalm number 106 verse 15. 106 സങ്കീർത്തനം 15 വാക്യം നോക്കണേ. അവർ ആഗ്രഹിച്ചത്, അപേക്ഷിച്ചത് അങ്ങ് കൊടുത്തു. ഭയങ്കര മർക്കളമുഷി പിടിക്കുമ്പോൾ ചിലപ്പോ അങ്ങ് കൊടുക്കും. പക്ഷെ അടുത്ത വാചകം കണ്ടോ, എങ്കിലും അവരുടെ പ്രാണനിൽ ക്ഷയമയച്ചു. അത് കാണുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ബിലെയാം ദൈവത്തോട് അങ്ങ് നിലവിളിച്ചു, ബാരാക്ക് ആളിനെ വിട്ടേക്കുക, മോവാബ് പ്രഭു ആളിനെ വിട്ടിരിക്കുക. ഉയ്യോ, എന്നോ രാജകീയ രഥമൊക്കെ ആയിട്ട് വന്നിരിക്കുക. ഉല്ല പ്രഭുക്കന്മാരെ വിട്ടേക്കുന്ന, വെറും ചപ്രാസികളെ അല്ല, പ്രഭുക്കന്മാരെ രാജകീയ രഥവുമായിട്ടൊക്കെ വിട്ടിരിക്കുക. വരാൻ പൊക്കോട്ടെ, പൊക്കോട്ടെ, പോകണ്ട, പൊക്കോട്ടെ, ദൈവമേ ഞാൻ പൊക്കോട്ടെ, പോകണ്ട, നിർബന്ധമായ പൊക്കോളാൻ പറഞ്ഞു. പൊക്കോ. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഒരു വാക്കവിടെ പറഞ്ഞു പോയേക്കുന്നു. അത് അവന്റെ നാശത്തിന് കാരണമായി, ഇസ്രായേലിന്റെ അധപ്പതനത്തിനൊന്ന് കാരണമായി. കേക്കണേ, പിടിവാശി പിടിച്ചാൽ ദൈവം അങ്ങ് ഏൽപ്പിച്ചു തരും. ഇച്ഛാശക്തി തന്നിട്ടുണ്ടെന്നുള്ള മറക്കല്ല്. ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിടിവാശി പിടിക്കുന്നതല്ല, നമ്മുടെ ഇഷ്ടം ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണ് പ്രാർത്ഥന. കേൾക്കണേ, ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന, ഉപവാസത്തോടൊപ്പം ദൈവവചനത്തിൽ കാണുന്ന ഒരു ഉപദേശമാണ് ആത്മതപനം ചെയ്യുക. ആത്മതപനം ചെയ്യുക. എന്താ ആത്മതപനം ചെയ്യുക? തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ താഴ്ത്തുക. സ്തോത്രം. തങ്ങളെ താഴ്ത്തി കൊടുക്കണം. അങ്ങനെ താഴ്ത്തി കൊടുക്കുന്ന സമയമാണ് ഉപവാസം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് ഏൽപ്പിക്കുന്ന സമയമാണ്. എന്നാൽ നമ്മൾ തിരിച്ച ഉപവാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടം പിടിച്ചു പറിക്കാനുള്ള സമയമായിട്ട്. We consider fasting as a time when we can prevail over the will of God and cause His will to bend in accordance with our will. അങ്ങനെയല്ലേ? ദൈവത്തിന്റെ മേൽ ഇച്ചിരി സ്വാധീനം ചെലുത്തി ദൈവത്തെ കൊണ്ട് നമ്മുടെ ഹിതത്തിനനുസരിച്ചൊന്ന് വളയ്ക്കാനുള്ള ഒരു സമയമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഉപവാസത്തെ കാണുന്നത്. നോ, പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. ദൈവഹിതത്തിനായി നമ്മളെ വളച്ചേൽപ്പിച്ചു കൊടുക്കാനുള്ളതാണ് ഉപവാസം. ഈ ജാതി നീങ്ങി പോകുന്നില്ല. ഈ ജാതി നീങ്ങിപ്പോകുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, മനസ്സിലായില്ലേ? ഈ ജാതി നീങ്ങിപ്പോകുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. നീങ്ങിപ്പോയ തീരൂ എന്ന് പിടിവാശി പിടിക്കുകയല്ല. മാത്രമല്ല, വായിച്ചോളൂ, കാണിച്ചുതരാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് 31. സോറി, 31 അല്ലേ? അല്ല, 21. കണ്ണു കാണാൻ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് എവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മർക്കോസ് 9:29. മാർക്ക് 9:29.
പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പൊ നോക്കണേ, മത്തായി എന്താ പറയുന്നത്? ഉപവാസത്താലും. മർക്കോസ് എന്ത് പറയുന്നു? പ്രാർത്ഥനയാലല്ലാതെ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പ്രത്യേകത കണ്ടോ? ആ എഴുതിയിരിക്കുന്ന ഭാഗത്തിന് എന്തോ കണ്ടേ? ദാറ്റ്സ് വിത്തിൻ ബ്രാക്കറ്റ്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എല്ലാ കയ്യെഴുത്ത് പ്രതികളിലും ഇല്ലാത്തതാണ് എന്ത് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. പ്രാർത്ഥന എന്നുള്ളത് അവിടെ പ്രധാനം. ഉപവാസം ഈസ് ഓപ്ഷണൽ ഇൻ സച്ച് കേസസ്. കേൾക്കുന്നുണ്ടേ? പ്രാർത്ഥനയാണ് അവിടെ പ്രധാനം. അതാ മർക്കോസ് അത് എടുത്തു പറഞ്ഞിരിക്കുക, പ്രാർത്ഥനയാലല്ലാതെ. ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലോ, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന്റെ ആക്കം കൊണ്ടാണോ പിശാച് പോകുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവമാണ് ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. എന്താ ഉപവാസം എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ വെളിപ്പാടായിരിക്കണം ഉപവാസം. അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹമായിട്ട് അതിനെ തെറ്റിദ്ധരിക്കരുത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിരാഹാര സത്യാഗ്രഹം അറിയാമല്ലോ. തന്നേ തീരൂ, കൊണ്ടേ പോകൂ, മരണം വരെയും സമരം ചെയ്യും. പിടിവാശിയ. ഈ കൊല്ലത്തൊരു സമുദായ നേതാവ് ഉപവാസം കിടന്നു. 60 ദിവസമൊക്കെ പട്ടിണി കിടന്നു. ഉപവാസം യോഗ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് 60 ദിവസം 60-ാമത്തെ ദിവസം ഇങ്ങനെ കട്ടിലെ കിടക്കുമ്പോൾ പത്ര റിപ്പോർട്ടർമാരെല്ലാം ചുറ്റും കൂടി ചോദിച്ചു, സ്വാമിയാരെ എന്തേലും പറയാനുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾ പത്രത്തിൽ എഴുതാനാ. അയാള് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പതിയ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, മരിക്കട്ടെ, ഞാൻ മരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഞാൻ അവസാനമായി വലിച്ചുവിടുന്ന എന്റെ അന്ത്യശ്വാസം ഇവിടെ ഒരു കൊടുങ്കാറ്റായി ദുർഭരണത്തിന്റെ അധികാര കസേരകളെ മറിച്ചിടും. ഈ സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുമെന്ന് മറക്കരുത്. അത് എഴുതിവിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പത്രത്തിൽ എഴുതിവിട്ടാ, മരിക്കട്ടെ മരിക്കട്ടെ, ഞാൻ മരിക്കുമ്പോൾ അന്ത്യശ്വാസം ഇവിടെ ഒരു കൊടുങ്കാറ്റാകും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പട്ടിണി കിടന്ന് ചത്താൽ ബഹളമാകും, പ്രശ്നമാകും, ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് മന്ത്രിമാരൊക്കെ റിസൈൻ ചെയ്ത് മന്ത്രിസഭ വീഴേണ്ടി വരും. അപ്പൊ അയാളുടെ ആ മാനസിക നിലയെന്ന് കണ്ടേ, ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിന്റെ പിരി മുറുക. അല്ലേ അല്ലേ അല്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മൾ ഉപവസിക്കുമ്പോഴോ പിന്നല്ല എന്നാ സി നോ, ഉപവാസം അതല്ല. പ്രത്യേക വിഷയമൊക്കെ വരുമ്പോ എന്റെ പൊന്ന് ചായ, ദൈവ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കണം, ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിക്കണം. അത് അതിനേക്കാളും ഭയങ്കരായി. ഒരാഴ്ച ഒരു ദിവസം 24 മണിക്കൂർ ഉപവസിച്ചോണം എല്ലാ വിശ്വാസിയും. ഉപവാസം എന്ന് പറയുന്നത് ഒരു നേരം ചാപ്പാട് വെടിയുന്നതുകൊണ്ടൊന്നും നിർത്തരുത്. ഇവിടെ പിന്നെ 3 നേരവും കഴിക്കുന്നില്ലായിരിക്കും. എങ്ങും ഇപ്പൊ 3 നേരം കഴിക്കണ്ട. കാര്യം man needs only 1 square meal a day. That's enough. ബാക്കിയൊക്കെ സപ്ലിമെന്ററി മീൽസ് മതി. നോർത്ത് ഇന്ത്യൻസ് generally they eat only 2 meals. And that's more than enough for them. I don't think we do need all the 3 sumptuous square meals every day. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് ഉപവാസം ആയില്ല. 24 hours. യഹൂദന്മാർ അങ്ങനെയായിരുന്നു കേട്ടോ. സൺ ഡൗൺ ടു സൺ ഡൗൺ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. സൺ ഡൗൺ ടു സൺ ഡൗൺ 24 hours. കർത്താവ് അത് തിരുത്തിയില്ല. എന്റെ കർത്താവ് ആളത്വമായി ഇവിടെ ജഡത്തിൽ
വെളിപ്പെട്ട് പാർത്ത് ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ പഠിപ്പിച്ചിരുന്ന അങ്ങനെ. കർത്താവ് തിരുത്താഞ്ഞതുകൊണ്ട് കർത്താവ് അതിനെ അംഗീകരിച്ചു നമുക്ക് മനസ്സിലാക്കാം. സോ ഫാസ്റ്റിംഗ് ടു ദം meant 24 hours going without food and engaging in spiritual activities and remaining in the presence of God, humbling oneself before God. കേൾക്കണേ, ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന ചെറും കാര്യം കൂടെ ഒന്ന് പറയാം. കേൾക്കണേ, ഐ എം വെരി കോൺഷ്യസ് ഓഫ് ദ ടൈം. നിങ്ങൾ അറിയണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരും അങ്ങോട്ട് നോക്കണ്ട. അത് ഇച്ചിരി ഫാസ്റ്റ് ആകട്ടോ പ്ലീസ്. അതേ നോക്കണ്ടേ. ലുക്കിംഗ് അറ്റ് ഇറ്റ് ഹിയർ. ശ്രദ്ധിക്കുക, ഈ ഞാൻ വീട്ടിൽ പറയാറുണ്ടേ, ഈ ഉപവസിക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ല തന്നെത്താൻ താഴ്ത്തുക. ഈ കഴിക്കുന്ന നേരം ആവുമ്പം അകത്തൊരു പരവേശം വരില്ലേ? ആ സമയം കഴിഞ്ഞു വിട്ട് അവൻ രക്ഷപ്പെട്ടു എന്നാ ഇല്ല, അങ്ങനെയല്ലേ പറയുന്നേ? സംഭവിക്കും, നമുക്കറിയാമല്ലോ. അങ്ങോട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ഭക്ഷണം ചെല്ലാതിരുന്നാൽ ശരീരത്തിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങും. ആദ്യം ലിവറിനകത്ത് കുറച്ച് മീൻസ് സേവിങ്സ് ബാങ്ക് പോലെ കുറച്ച് ഉണ്ട്, അതെടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഫാറ്റ് എടുക്കും. അതും തീർന്നു കഴിയുമ്പോൾ പിന്നെ സ്റ്റേപ്പിൾ മസിൽസിലായിട്ട് തിരിയുമ്പോഴാണ് ബോധം കെട്ടുവീഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങോട്ട് ചെല്ലുന്നില്ല, ശരീരത്തുനിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങിയില്ല എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് ഉണ്ട്. ആ ട്രാൻസിഷൻ ടൈമിൽ ഭയങ്കര ഒരു തളർച്ച ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാട്ടിലൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കുറെ അങ്ങോട്ട് പോകുമ്പോൾ ഈ സംഗതി അങ്ങ് നിന്നുപോയി. അയാൾ പറയും കാലൊന്ന് മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാലൊന്ന് മാറ്റി കൊടുത്ത് ഏതാണ്ടൊന്ന് തിരിച്ചു വെച്ചെന്ന് സ്റ്റാർട്ട് ചെയ്തു പോകും. യു നോ വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഇനി 2 ടാങ്ക് ഉണ്ട്. മെയിൻ ടാങ്കിലെ പെട്രോൾ തീർന്നു പോയി. അപ്പൊ ഈ റിസർവ് ടാങ്കിലോട്ട് തിരിച്ചു വെച്ച് വിടുക. അതിനിടയ്ക്ക് ഈ റിസർവ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മെയിൻ ടാങ്കിലെ തീർന്നപ്പം സംഗതി നിന്നുപോയി. ഇതുപോലെ ടാങ്കിലോട്ടൊന്നും ചെന്നില്ല, റിസർവ് തൊട്ട് എടുക്കാൻ in between that switching over time, so we feel really tired of. ആ സമയത്താ ശരിക്കും ഈ ഉപവാസം നടക്കുന്നതെന്ന് പറയാം. ഞാനപ്പം വീട്ടിൽ പറയാറുണ്ട്, ദൈവമേ തോമസ് ഇത്ര ഓൾഡ്, ചുമ്മാ കോഴിക്ക് വാരി എറിഞ്ഞു കൊടുക്കുന്ന ഒരു പിടി അരിയും 2 ഗ്ലാസ് വെള്ളവും 1 നുള്ളു ഉപ്പും കൂടെ ഒന്ന് തിളപ്പിച്ച് കുടിച്ചില്ലെങ്കിൽ നിവരെ ഒന്ന് നിൽക്കാൻ ശേഷിയുള്ളവനല്ല ഈ ഞാൻ. യു ഗെറ്റ് മീ? ആ ഒരു ബോധ്യം നമ്മളിൽ വരണം. ആ ബോധ്യം നമ്മളിൽ വരാനുള്ള ഉപാധിയാണ് ഉപവാസം. നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. എന്റെ ഇഷ്ടമൊന്നും വേണ്ട, പ്രിയനേ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആ തൃക്കൈകളിലേക്ക് എറിഞ്ഞേൽപ്പിച്ചു കൊടുക്കുക. എന്റെ കൂടെ ഉണ്ടേ നിങ്ങളെല്ലാരും? സ്തോത്രം. പിന്നെ ചിലർക്ക് പറയാറില്ലേ, ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്ന് പറയും. ഇല്ല, കേട്ടിട്ടുണ്ടല്ലോ, കൂടെ വസിക്കുക. നമുക്ക് അപ്പൊ കൂടെ വസിക്കാൻ, അപ്പൊ ഉപവസിക്കുമ്പോഴ കൂടെ വസിക്കാനും ദൈവത്തോട് കൂടെ. അപ്പൊ ആഴ്ച 1 ദിവസമാണ് ഉപവസിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഈ ആഴ്ച 1 ദിവസം ദൈവത്തോട് വസിക്കുന്നത്. ബാക്കി 6 ദിവസം ആരുടെ കൂടാ? പിശാചിന്റെ കൂടെ ആന്നോ? അത് പറയാം. അത് ഞാൻ വേറൊരു വിഷയത്തിൽ ശക്തമായിട്ട് ആ ഭാഗം എനിക്ക് പറയാനുണ്ട്. ഞാനിതൊന്ന് പറഞ്ഞേക്കാം. കേട്ടെ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, കൂടെ വസിക്കുക. പക്ഷെ ഈ കൂടെ വസിക്കാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, പറയാം. അതായത് നാട്ടിലെ ഒരു 2 സർക്കാർ ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ വിചാരിച്ച് അടുത്ത പട്ടണത്തിൽ ആ 2 പേർക്കും ജോലി. അങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ഭർത്താവിന് ഒരു 150 കിലോമീറ്റർ ദൂരത്തിലോട്ടും ഭാര്യയ്ക്ക് ഒരു 80 കിലോമീറ്റർ ദൂരത്തിലോട്ടും ട്രാൻസ്ഫർ. കുഞ്ഞുങ്ങൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നു, എല്ലാം ഉണ്ട്. അതുകൊണ്ട് വീടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ താമസിക്കാം. ഒരാള് രാവിലെ 6 മണിക്ക് പോകണം, മറ്റേ ആള് 7 മണിക്കും പോകണം. എന്നെങ്കിലേ നേരത്തിനെങ്കിൽ എല്ലുള്ളൂ. ഈ 6 മണിക്ക് പോകുന്ന ആള് രാത്രി 8:30 ആകുമ്പോൾ വരും. 7 മണിക്ക് പോകുന്ന ആള് 8 മണിയാകുമ്പോൾ വരും. വന്നു കഴിഞ്ഞാലോ പിറ്റേന്ന് രാവിലെ പോകണ്ടേ? ഉടനെ ഒരാൾ പറഞ്ഞത്, ചോറ് കുക്കറിനകത്ത് പകുതി വേവിച്ചെടുത്ത് വെച്ചിട്ടാ ഉറങ്ങുന്നത്. വെളുപ്പിന് എഴുന്നേറ്റ് അത്
ഒന്നുകൂടെ തിളപ്പിച്ച് പോവുക. വെളുപ്പിനെ എഴുന്നേറ്റ് ഓടിപ്പോകുമ്പോ അടുക്കള യുദ്ധക്കളം പോലെ ഇട്ടേച്ചാ ഓടുന്നത്, പൂട്ടിക്കൊണ്ട് അങ്ങ് പോവുക. നോക്കണേ, വൈകിട്ട് വന്ന് ഇത്തേ പോലെ അയ്യോ സൂചിയുടെ മോളിൽ നിൽക്കുന്ന ഒരു പരിപാടി, കഷ്ടപ്പാട്. തമ്മിലൊന്നും മിണ്ടാൻ പോലും നേരെയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, ആഴ്ച ഒരു ദിവസം ഒരു അവധി കിട്ടിയാൽ അന്ന് വാഷിംഗ്, ക്ലീനിങ്, ഷോപ്പിംഗ് അതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, മടുത്തു, വിത്തൗട്ട് പേ ആയാലും വേണ്ടിയല്ല ലീവ്. ഒരു 3 ദിവസം ലീവ്, 2 പേര് ലീവ് ഇട്ടു. ലീവിട്ട് പോയേക്കാം, മൂന്നാറിന് പോയേക്കാം. 2 പേരും കൂടെ മൂന്നാറിന് പോയി. അവിടെ ചെന്ന് ഒരു ചെറിയൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് അവിടോട്ട് ചെന്ന് കയ്യിലുള്ള കൊച്ചു വെട്ടിയും ബാഗ് അവിടെ ഇട്ടേച്ച്, അലാറം ക്ലോക്ക് ഇല്ല, വാച്ചും എടുത്ത് അങ്ങോട്ട് ബാഗിനകത്ത് അങ്ങ് വെച്ചു. സ്വസ്ഥം, സുഖമായിട്ട്, സമയവും നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, നീണ്ടു നിവർന്ന് കിടക്കുക. നോക്കണേ, ചെന്ന് ഒരു ദിവസം ശരിക്കും റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം ഒരുമിച്ചൊന്ന് നടക്കാനും, ഒരുമിച്ച് ഒന്ന് സംസാരിക്കാനും, ഒരുമിച്ചൊന്ന് ഫ്യൂച്ചർ പ്ലാനിങ്ങും, ഒരുമിച്ച് സമയം ചെലവഴിക്കുക. വിത്തൗട്ട് തിങ്കിങ് ഓഫ് ദ പാസേജ് ഓഫ് ടൈം, without worrying about anything else, just being in the company of each other. മനസ്സിലായില്ലേ? ബാക്കി ദിവസങ്ങളും ഒന്നിച്ച താമസം, കൂടെ വസിക്കുക. പക്ഷെ ഈ കൂടെ വസിക്കുന്നത് ഒരു ശരിക്കും കൂടെ വസിക്കല. എന്റെ കൂടെ ഉണ്ടേ, സ്തോത്രം. ആഴ്ചയിൽ 6 ദിവസം ദൈവത്തോടു കൂടെ ഈ ബദ്ധപ്പാടിനിടയിൽ കഥാവേന്ന് പറഞ്ഞു പോവുക, കൂടെ വസിക്കുന്നു. പക്ഷേ ആ ബദ്ധപ്പാടുകളിൽ നിന്നെല്ലാം ആകുന്ന ഈവൻ ഭക്ഷണം പോലും അങ്ങോട്ട് മാറ്റിവെച്ചേച്ച്, സ്തോത്രം, കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുക. മനസ്സിലാവുന്നുണ്ടേ? അതായിരിക്കണം നമ്മുടെ ഉപവാസം. എൻജോയിങ് ദ സ്വീറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. അല്ല, ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെ പോകുമ്പോഴും മൂന്നാറിൽ ചെന്ന് ബസ് ഇറങ്ങിയപ്പം ഭാര്യ ഒരു വലിയ കെട്ടും വലിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ഇതും വലിച്ച് മുക്കി അങ്ങോട്ട് ചെല്ലുക. ഇതെന്തോ ഇത്? അതേ, ആഫീസിൽ കുറെ ഫയല് നോക്കാനുണ്ടായിരുന്നു, ഇവിടെ ഇച്ചിരി സമയം കിട്ടില്ലെന്ന് കണ്ട് എടുത്തോണ്ട് പോകുന്ന. എന്നാ പിന്നെന്തിനാ മൂന്നാറിന് പോയത്? കാര്യമൊക്കെ ദൈവത്തെ ഏൽപ്പിക്കാനല്ലേ, പിന്നെ എന്തിനാ ഉപവാസം എടുക്കുന്നത്? അപ്പോഴും സകല ചിന്താകുലങ്ങളും കൊണ്ട് വെപ്രാളം വിട്ട് നിലവിളിയും പടവിളിയും, തന്നേ തീരൂ കൊണ്ടേ പോകുന്നു പറഞ്ഞു കിടന്ന് ഞെളിപിരിയ. പിന്നെ എന്തിനാ ഉപവാസം എടുത്ത്? I hope I am making myself clear enough. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം. ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ. വിശ്വാസം പറഞ്ഞു തീർന്നില്ലായിരുന്നു. വിശ്വസിക്കുന്നതിലുള്ള സമാധാനം, വിശ്വസിക്കുന്നതിനുള്ള സ്വൈര്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. കേൾക്കണേ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് അതിന്റെ അർത്ഥം. ആശ്രയിക്കുക, ചോദ്യം ചെയ്യാതെ ദൈവത്തെ ഏൽപ്പിക്കുക, അതാണ് വിശ്വാസം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾ എനിക്ക് ഇരിക്കാനൊരു കസേര വന്നു. ഇതായിരുന്നു നാട്ടെന്ന് പറഞ്ഞു, വിശേഷപ്പെട്ട കസേര. ഞാൻ അതിലിട്ടിരുന്നപ്പോ അത് കിരികിരികിരാന്ന് ശബ്ദം കേട്ടു സങ്കല്പിക്കുക, എന്നിട്ട് ഇത് കുലുങ്ങുന്നു. വെറും സങ്കല്പം, ഇവിടുത്തെ അല്ല, എവിടെയെങ്കിലും നിങ്ങൾ ക്യാമ്പിന് പോയപ്പോഴാണ് വിചാരിച്ചത്. യെസ്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോ പക്ഷേ അത് കുഴപ്പമില്ല, അതങ്ങനെ അതിന്റെ സ്പ്രിങ്ങാ, ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാനിരുന്നപ്പോ ഇതേ തന്നെ, പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റ്. അത് ഞാൻ അവിടെ അതിനാന്നേ അതേലിരിക്കാൻ നിർബന്ധിച്ചെന്നെ അതേ ഇരുത്തി. പിന്നെ ഞാനിരുന്നപ്പോ ഇത് തന്നെ. ഇപ്പൊ നിങ്ങൾ എന്നെ അവിടെ നിന്ന് എഴുന്നേക്കാനും സമയം, നിങ്ങളെക്കാൾ തൂക്കമുള്ളത് ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല, ഇരിക്കുക എന്നെ പിടിച്ച് അത് ഇരുത്തി. അപ്പൊ നിങ്ങൾ നിർബന്ധിച്ചോണ്ട് ഞാൻ അത് ഇരിക്കുമ്പോഴും ഇതിങ്ങനെ അനങ്ങുകയും ഞരങ്ങുകയും ചെയ്തപ്പോഴത്തേനും ഞാൻ കാല് മുമ്പോട്ട് നീട്ടിയിട്ട് പുറത്ത് നോക്കണം, എന്റെ കാലേ മസിലിന് ബലം കൊടുത്ത് സ്തോത്രം. എന്നാ ഒരു വാക്ക് സ്തോത്രം ചെയ്ത്
ഇറങ്ങിയേക്കാം, ഞാൻ പോകാൻ ധൃതി കൂട്ടുക. വൈ? ഐ ആം അൺകംഫർട്ടബിൾ ഓൺ ദ സീറ്റ് ദേർ ബിക്കോസ് ഐ കാൻ ട്രസ്റ്റ് ഇറ്റ്. ഒടിഞ്ഞാലും എന്റെ കാലൊടിയരുത്, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നു. ഐ എം നോട്ട് exerting my whole weight on it. ഞാൻ അതിൽ ചൊവ്വ ഇരിക്കുകയല്ല, ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സപ്പോർട്ട് മാത്രം. കാര്യം എന്താ? എനിക്ക് അതിനെ വിശ്വസിക്കാൻ മേല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. കാര്യമൊക്കെ മാറിയിട്ട് ഒരു കാര്യമൊക്കെ എടുത്ത് മാറ്റി എൻ്റെ ചാരുകസേരയിലോട്ട് കയറി ഒന്ന് കിടക്കുക. എന്റെ കാല് രണ്ടുമൊക്കെ അങ്ങോട്ട് പോക്കിയെടുത്ത് ആംസ് റെസ്റ്റിലോട്ട് വെച്ച് എന്റെ മുഴുവൻ ഭാരവും ആ ഇരിപ്പിടത്തിലേക്ക് ചെലുത്തി കണ്ണടച്ച് സ്വൈര്യമായി ഞാൻ ഇങ്ങനെ കിടക്കുക. എന്തൊരാശ്വാസം! ഈ ആടുന്ന കസറിൽ ഇരുന്നപ്പോൾ എവ്രി മസിൽ ഓൺ മൈ ബോഡി വാസ് ടൈറ്റ്. എല്ലാ മസിലും വലിഞ്ഞു നിൽക്കുകയായിരുന്നു, അല്ലേ? പക്ഷെ ഞാൻ ഈ ചാരുകസറിലോട്ട് കിടക്കുമ്പോ റിലാക്സിങ്. ആഫ്രിക്കയിലുള്ള ഒരു ഭാഷയിൽ വിശ്വസിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ചാരുകസറെ ചാരിക്കിടക്കുക എന്ന് തന്നെയാണ്. വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞ വേദോസം തർജ്ജമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സീനിയറായിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആഫ്രിക്കയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ സ്നേഹിതൻ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം നേരിട്ട് പറഞ്ഞതും പിന്നെ ഞാൻ കുറെ നാളിന് ശേഷം വായിക്കുകയും ചെയ്തതാണ്. ഒരു വാറിങ്, ഭയങ്കര വഴക്കാളികളായ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഇടയിലാണ് അദ്ദേഹം വേദപുസ്തകം തർജ്ജമ ചെയ്യാനായിട്ട് ചെന്നത്. കുറെ നാൾ അവരുടെ കൂടെ താമസിച്ചു, ഭാഷയൊക്കെ പഠിച്ച് പുസ്തകം ലിപിയൊക്കെ ഉണ്ടാക്കി പുസ്തകം തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അവരുടെ ഭാഷയിൽ വിശ്വസിക്കാന്നൊരു വാക്കില്ല. ബിക്കോസ് ദേ ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. അങ്ങനൊരു വാക്കില്ല. ഈ വാക്കില്ലാതെ പരിപാടി നടക്കുമോ? അപ്പൊ ഈ ഒരു വാക്ക് ഉണ്ടാക്കണ്ടേ? അവരിങ്ങനെ തപ്പി കുറെ ആളുകളോട് അതിന് ബുദ്ധിയുള്ള ഒരാള് വേറെ ഇടത്ത് പോയി പഠിച്ചു വന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. അവരോട് പറഞ്ഞു, ദേ ഇതിങ്ങനെയാ. അപ്പൊ പറഞ്ഞു, സായിപ്പേ നിങ്ങൾ പറയുന്ന ആശയം ഞങ്ങൾക്ക് കിട്ടാൻ ചാരുകസരെ ചാരിക്കിടക്കാന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം പല ആളുകളോട് ചോദിച്ചപ്പോ അവർ ശരിയെന്ന് പറഞ്ഞു, അത് മതി. അങ്ങനെ ആ ഭാഷയിൽ വിശ്വസിക്കുക എന്നതിനും ചാരുകസരെ ചാരിക്കിടക്കുക എന്നതിനും ഒരേ പദമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇതാ സ്വൈര്യമായി സ്വസ്ഥമായി. അതാണ് ഞാൻ പറഞ്ഞല്ലോ, വായിച്ചോ റോമാലേഖനത്തിൽ. സ്തോത്രം. ആ വാക്യം നമ്മൾ വായിച്ചില്ലല്ലേ? സ്തോത്രം. റോമാലേഖനം 15-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലെ 2-ാം ഭാഗം. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 13. ഒന്നും നമ്മളോട് ആവശ്യപ്പെടുകയില്ല. സ്തോത്രം. കാൽവറിയിൽ വെളിപ്പെടുത്ത ദൈവസ്നേഹത്തെ നമുക്കൊന്ന് അംഗീകരിച്ചേറ്റ് പറയാം. അവന്റെ വചനം അതുപോലെ വിശ്വസിക്കാം. അവനെന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള ഒരു സമർപ്പണം ദൈവം നമ്മുടെ ജീവിതത്തിൽ താഴ്ത്തേ. സ്തോത്രം. എങ്കിൽ നമുക്ക് തിരിച്ച് ആ പരദീസായിലേക്ക് പുനഃപ്രവേശിക്കാം. സ്തോത്രം. കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം. അതിന് ദൈവമായ കർത്താവ് ഭാഗ്യം തന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിലാണോ? സ്തോത്രം. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, പഴയൊരു പാട്ടാ. Put your hands in the hands of the man from Galilee. Put your hands in the hands of the man from Galilee. ഗലീലയിൽ നിന്നുള്ള ആ മനുഷ്യന്റെ കൈകളിലേക്ക് നിന്റെ കൈകളൊന്ന് കൊടുക്കുമോ? സ്തോത്രം. എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം. കർത്താവിന്റെ ആ ഗൈഡൻസ്, the warmth of his caring hands. സ്തോത്രം. അവന്റെ ആ നടത്തുന്ന സ്നേഹമുള്ള കൈകളുടെ ഊഷ്മളത ജീവിതപാതയിൽ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് സന്തോഷമായി ധൈര്യമായി ജീവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ തീർച്ചയായും നടത്തും. അവൻ വിശ്വസ്തനാണ്. ഈ രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടച്ച അവന്റെ കൈകളിലേക്ക് നമ്മുടെ കൈകളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ.